നമസ്തേ, പുത്തൻപള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സുരേജ്, ഒപ്പം പ്രദീപിള്ള. നമസ്തേ. നമുക്ക് പതിവ് പോലെ ആദ്യം തലക്കെട്ടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വയനാട്ടിൽ ജനകീയ തിരച്ചിൽ തുടരും. തിരച്ചിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ച് ഇനിയും കണ്ടെത്താനുള്ളത് 126 പേരെ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ, ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഹൈന്ദവ സമൂഹം. ധാക്കയിലടക്കം പ്രതിഷേധ റാലി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അപലപനീയമെന്ന് മുഹമ്മദ് യൂനുസ്. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുക PR ശ്രീജേഷും മനു ഭാക്കറും. ഇന്ത്യ സ്വന്തമാക്കിയത് 6 മെഡലുകൾ. %75 ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്ന് KSRTCക്ക് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. സർവീസ് മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഗണേഷ് കുമാർ. അനാസ്ഥയുടെ കൊടുമുടിയായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആംബുലൻസും കട്ടപ്പുറത്ത്. പാഴ്വാക്കായി ആരോഗ്യമന്ത്രിയുടെ ഉറപ്പും. ഞായറാഴ്ചയാണ്, അതിന്റെ ആലസ്യത്തിലായിരിക്കണം പ്രേക്ഷകർ. പക്ഷേ വാർത്തകൾക്ക് നമുക്കും ആലസ്യത്തിന് ഒട്ടും ഇടമില്ല. വീണ്ടും ഒരു അപായ സൂചന, അതല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. മഴ വീണ്ടും ശക്തമാവുകയാണ് അല്ലേ? എല്ലാ മുന്നറിയിപ്പുകളും വരുന്നു അല്ലേ? അതെ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഈ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള ജാഗ്രത അത് ഇത്തവണ പാലിച്ചേ മതിയാകൂ. കാരണം നമ്മുടെ മുമ്പിൽ തന്നെ വലിയൊരു ഉദാഹരണമായി വയനാട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുൻപും പലതവണ ഉദാഹരണങ്ങൾ വന്നുപോയി. പക്ഷേ അതിലൊന്നും പാഠം ഉൾക്കൊണ്ടാതെയാണ് മുന്നോട്ട് പോയതും നമ്മൾ ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതും. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്, ജാഗ്രതയാണ് ആവശ്യം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അതുപോലെ തന്നെ വൈകുന്നേരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷ, അതിൽ ആശങ്ക പ്രകടിപ്പിച്ചും പുതിയ ഡാം പണിയണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ആലുവയിലൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഇന്ന് അവിടെ നിന്ന് തത്സമയം സംപ്രേഷണം ഉണ്ടാവുന്നതാണ്. എന്തായാലും അത് ഈ വയനാട് ദുരന്തം നടന്നപ്പോൾ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് കാര്യം. ഈ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിലെ ആശങ്ക അത് കേരള സമൂഹത്തിനാകെ ഉണ്ട്. അത് പ്രേക്ഷകർ ഓരോ ദിവസം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരല്പം ക്ഷുഭിതരായി ചിലർ. നിങ്ങൾ ദുരന്തമുണ്ടായ ശേഷമല്ല ഇങ്ങനെ പോകേണ്ടത്, ദുരന്തമുണ്ടാകാതിരിക്കാൻ മാധ്യമങ്ങളുടെ കൂടി ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള അഭിപ്രായം. അതിനും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എടുക്കുന്നു. പിന്നീട് ദുരന്തമുഖത്ത് നിന്നും ചില നന്മയുടെ സൂചനകൾ അല്ലേ? അതെ, വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇനി എത്തുന്നത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ ഒരു യാത്രയുടെ കാഴ്ചയിലേക്കാണ്. കാരണം ഈ ദുരന്തമുഖത്തെ തിരച്ചിൽ ദൗത്യത്തിന് ശേഷം തിരികെ എത്തിയ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനിക അംഗങ്ങൾക്ക് പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയത്. വന്ദേ മാതരം മുഴക്കിയായിരുന്നു സഹപ്രവർത്തകരെ ക്യാമ്പിലേക്ക് സ്വീകരിച്ചതുപോലും. വയനാടിനെ ചേർത്തുപിടിച്ച ഭാരതത്തിന്റെ സൈന്യം ദൗത്യം പൂർത്തീകരിച്ചാണ് അവരുടെ ക്യാമ്പിലേക്ക് പാങ്ങോടേക്ക് എത്തുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് പാങ്ങോട് ക്യാമ്പിലേക്ക് അവരുടെ സഹപ്രവർത്തകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ദിവസം നീണ്ടുനിന്ന ദുഷ്കരമായ തിരച്ചിൽ ദൗത്യം പൂർത്തിയാക്കിയാണ് സൈനികർ ഇന്നലെ വൈകിട്ട് മടങ്ങിയെത്തിയത്. 171 പേരടങ്ങുന്ന സംഘത്തിന് പാങ്ങോട് ക്യാമ്പിലെ സഹപ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇടപ്പഴഞ്ഞു മുതൽ ക്യാമ്പ് വരെ സഹപ്രവർത്തകരെ സ്വീകരിക്കാൻ സൈനികർ റോഡിന് ഇരുവശങ്ങളിലും അണിനിരന്നു. കുളച്ചൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇറങ്ങിയ സൈനികരെ ക്യാമ്പിലേക്ക് വന്ദേമാതര വിളിയോടെയാണ് ആനയിച്ചത്.
വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും ജനങ്ങൾ സൈനികർക്ക് സ്നേഹാദരവർപ്പിച്ചു. ക്യാപ്റ്റൻ തുഷാർ, ക്യാപ്റ്റൻ സൗരഭ് എന്നിവരുടെ സംഘമാണ് പാങ്ങോട് നിന്നും വയനാട്ടിലെത്തിയത്. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിലും റോഡ് മാർഗവുമാണ് സൈന്യം തിരുവനന്തപുരത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിനായി പോയത്. പാങ്ങോട് ക്യാമ്പിലെ 12 സൈനികർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ്. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹം ചേർത്തു വച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ കാവലാളായ ഈ സൈന്യം അവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജു സായിക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. ആവേശം മുഴുവനുണ്ട് അഖിലിന്റെ വാക്കുകളിൽ. അതെ, തീർച്ചയായും ഈ ബിഗ് സല്യൂട്ട് എത്ര നൽകിയാലും മതി വരില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രളയം മുതൽ ഈ ആവർത്തിച്ച് നന്ദി അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം കേരളത്തിന് പ്രത്യേകിച്ചും ഈ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നു ആദ്യ ദിവസം മുതൽ തന്നെ അത് കയ്യും മെയ്യും മറന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നത്. അല്ല, കേരളം ഓർത്തോർത്ത് നന്ദി പറയണം, സല്യൂട്ട് ചെയ്യണം. കാരണം ഏറ്റവും അധികം ആക്ഷേപം ഇന്ത്യൻ ആർമിക്ക് നേരെ, സൈന്യത്തിന് നേരെ, സൈനികർക്ക് നേരെ രാഷ്ട്രീയ വിരോധം വെച്ച് പോലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടുള്ള രാഷ്ട്രീയ വിരോധം പോലും തീർക്കുന്നത് സൈനികർക്കെതിരായ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട്. അത് ഒരു വ്യത്യാസമില്ല. ഉന്നത നേതാക്കൾ തുടങ്ങി താഴേക്കുള്ളവർ വരെ എന്തൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളോടും ഒക്കെ പറയുന്നത്. പക്ഷെ ഒരു ദുരന്തം വരുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആദ്യം ദൈവത്തെയും പിന്നെ സൈന്യത്തെയാണ് വിളിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ചടങ്ങ്. എന്തായാലും വയനാട്ടിൽ നൽകിയ സേവനത്തെക്കുറിച്ച് പറയാൻ മനോജ് ഉണ്ട് അല്ലേ? തീർച്ചയായും. ഒപ്പം തിരുവനന്തപുരത്ത് അഖിലാണോ ചേരുന്നത്? തിരുവനന്തപുരത്തും നമുക്ക് തത്സമയ വിവരങ്ങളുണ്ട്. പാങ്ങോട് അഖിലാണ് ഈ ആവേശക്കാഴ്ച റിപ്പോർട്ട് ചെയ്ത അഖിൽ തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപമുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ മനോജിലേക്ക് പോവുകയാണ്. മനോജ്, നമസ്തേ. ഇപ്പോഴുള്ള കാഴ്ചകൾ കണ്ടു കാണുമല്ലോ. അവിടെ നിങ്ങൾ കണ്ട കാഴ്ച കൈമൈ മറന്ന് യുദ്ധമുഖത്തെന്ന പോലെ ജീവൻ രക്ഷിക്കാനും അതല്ലെങ്കിൽ മൺമറഞ്ഞു പോയവരുടെ മൃതശരീരം വീണ്ടെടുക്കാനും അധ്വാനിക്കുന്ന സൈനികരെയെങ്കിൽ ഇവിടെ വീരോചിത സ്വീകരണം ഏറ്റുവാങ്ങുന്ന സൈനികരെയാണ് കണ്ടത്. മനോജ്, ഒന്ന് വിവരിക്കൂ അവിടെ കണ്ട കാഴ്ചകൾ. തീർച്ചയായും പ്രദീപ്, വളരെ വലിയ സ്വീകരണം തന്നെയാണ് സൈന്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദുരന്ത മേഖലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടേക്കെത്തി ഇവിടെയുള്ള ജനങ്ങളെ, അതായത് ഈ ദുരന്തത്തിൽ പെട്ടുപോയ ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം സൈന്യം ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. രാവും പകലുമില്ലാതെ ബെയിലി പാലത്തിന് വേണ്ടിയിട്ട് ആ ഉരുക്ക് പ്രതലങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയും കഠിന പ്രയത്നത്തിലൂടെയാണ് സൈന്യം ആ പാലം നിർമ്മിച്ചെടുത്തത്. അതിലൂടെയാണ് വാഹനങ്ങൾ അപ്പുറത്തേക്ക് കടന്ന് ആ മുണ്ടക്കയിലുമൊക്കെ പരിശോധന നടത്താനായത് എന്നുള്ളതാണ്. അത്തരത്തിൽ സൈന്യം ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടായിരുന്നു ഈ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത്. ആദ്യം ഈ ചൂരൽമല കടന്ന് മുണ്ടക്കയിലോട്ട് പോകുവാനുള്ള ഒരു പ്രയാസം, അതുകൊണ്ട് തന്നെ കുറേയധികം ജീവനുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആ സമയത്താണ് സൈന്യം അവിടേക്കെത്തി അവിടെ ഒരു താൽക്കാലികമായൊരു പാലമുണ്ടാക്കുന്നത്. ആ പാലത്തിലൂടെ നടന്നു നീങ്ങി അപ്പുറത്തേക്കെത്തിയ രക്ഷാപ്രവർത്തകർ, ഈ സൈന്യമടക്കം അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്നും അവരെ തിരിച്ച് ചൂരൽമലയിൽ എത്തിച്ച് മേപ്പാടിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെയധികം ഈ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതുതന്നെയാണ് അത്തരത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുന്നു. അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട്, അതായത് പ്രതികൂല കാലാവസ്ഥ, ഈ പുഴ ശക്തി ആർജിച്ച് ഒഴുകുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അത് വിജയകരമായി ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിലൂടെ അഭിമാനത്തോടു കൂടി സൈനികരൊക്കെ നടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ എല്ലാവരെയും വളരെയധികം പ്രചോദനം നൽകുന്നത് തന്നെയാണ്. കാരണം ഒരു ദുരന്ത മേഖലയിൽ എത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, സമയോചിതമായി ഇടപെടേണ്ടത് എന്നുള്ള കാര്യം സൈന്യം നമുക്കിവിടെ കാണിച്ചു തരികയാണ്. അതുതന്നെയാണ് അതിനുശേഷം ഓരോ ചിത്രങ്ങളും
ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം ആ ബെയിലി പാലത്തിന് മുകളിൽ സീതാ ഷെൽക്കെ എന്ന മേജർ കയറി നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആ ദൃശ്യങ്ങൾ അത് എല്ലാവരുടെയും മനസ്സിൽ ഇന്നുമുണ്ട്. ആ ഒരു മേജറിൻ്റെ വാക്കുകളിലുമുണ്ട് ആ കാര്യങ്ങൾ. ഞാനൊരു സൈനികയാണ്, അത്തരത്തിൽ എൻ്റെ ജോലിയാണ്, എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ഈ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ തന്നെ ഓരോരുത്തരും ഓരോ സൈനിക മേധാവികളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ എഞ്ചിനീയർ വിഭാഗത്തിന് നേതൃത്വം നൽകിയ GOC സാബുണ്ട്. അവരൊക്കെ തന്നെ വലിയ തരത്തിലൊരു അവരുടെയൊക്കെ വാക്കുകൾ എന്നും എല്ലാവർക്കും പ്രചോദനം തന്നെയാണ്. അതോടൊപ്പം ഈ ഋഷി രാജലക്ഷ്മി ലഫ്റ്റനന്റ് കേണൽ അദ്ദേഹവും കൃത്യമായും ആ വാക്കുകൾ അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും സൈന്യം ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ മുൻപ് പ്രദീപ് സാർ പറഞ്ഞിരുന്നു, ഈ വാക്കുകൾ കുറച്ചുകൊണ്ട് പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് സൈന്യം ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ആരോടും തങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനില്ല, പക്ഷേ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് വിജയകരമായി അവരെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം എല്ലാ മേഖലയിലും പരിശോധന നടത്തി എല്ലാ തലത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. എയർലിഫ്റ്റിംഗ് അടക്കം ഈ ഒരു മേഖലയിൽ നടത്തി എന്നുള്ളതാണ്. ഈ സൂചിപ്പാറ പോലുള്ള മേഖലയിലൊക്കെ ഇറങ്ങി ചെല്ലുവാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അവിടേക്ക് സൈന്യം കടന്നു ചെല്ലുന്നു, അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു സഹായകരമായി ഇന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. മന്ത്രി റിയാസ് ഒക്കെ കഴിഞ്ഞ ദിവസം സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നൽകുന്ന ഒരു അവരുടെയൊക്കെ വാക്കുകൾ, അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങളുടെ വാക്കുകൾ, അവർ പോകുമ്പോൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ ടീം സജീവമായിരുന്നു ഈ ഒരു മേഖലയിൽ. ചൂരൽമലയിൽ സൈന്യത്തിന്റെ മെഡിക്കൽ ടീം അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ തലത്തിലുള്ള സംവിധാനവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദുരന്ത മേഖലയിൽ നിരവധി സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അതൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സൈന്യത്തിന്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനം അത് തന്നെയാണ് ഇത്തരത്തിൽ സ്വീകരണം ഓരോ മേഖലയിലും. അതായത് ഈ ദുരന്തമുഖത്ത് നിന്നും അവർ മടങ്ങുമ്പോൾ അവർക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും സ്വീകരണം ലഭിക്കുന്നത് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഈ സൈനികരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് കാരണം രാജ്യത്തിന്റെ സുരക്ഷ, അതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷ, ഈ ശത്രുക്കളെ നേരിട്ട് ചെന്ന് അമർച്ച ചെയ്യുന്ന ധീര ജവാന്മാരെയൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു. അവരൊക്കെ ഇന്ന് ഈ ജനങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ കാഴ്ചകൾ അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. മേജർ സീതാ അശോക് ഷെൽക്കെ മുതൽ മേജർ ജനറൽ VT മാത്യു വഴി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, ഒത്തിരി പേരുകളാണ് നമ്മൾ ഇത്തവണ വളരെ അഭിമാനത്തോടു കൂടിയും നന്ദിയോടു കൂടിയും സ്മരിക്കുന്നത്. മനോജ്, ഒരു കാര്യം, ഈ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ ഉൾപ്പെടെ 1 to 1 അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചത് മനോജ് ആണ്. മനോജ്, എങ്ങനെയായിരുന്നു ഈ വ്യക്തിപരമായ ഒരു അനുഭവം അവരുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ? കാരണം പ്രത്യേകിച്ചും ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, അദ്ദേഹത്തിൻ്റെ വാർത്ത അവസാനമായി മനോജ് റിപ്പോർട്ട് ചെയ്തു. അതായത് വയനാട്ടിൽ നിന്നുള്ള ഋഷി രാജലക്ഷ്മി നമുക്കറിയാം, വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന, സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല അദ്ദേഹം ഈ ഓഫ് റൈഡേഴ്സിനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് ആശ്ലേഷിക്കുന്ന ഒരു രംഗവും വീഡിയോയും ഒക്കെ ഇപ്പോഴും എല്ലാ സമൂഹ മാധ്യമത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ, കാരണം ഒരു മലയാളിയാണ്, ഒരു മലയാളി ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഈ ജനങ്ങളോട് അദ്ദേഹം ഇടപഴകുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയം. കാരണം ഇത്രയധികം ഈ ഒരു ഓപ്പറേഷനുകളിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെ അവരുടെ പാളയത്തിൽ പോയി അവരെ അമർച്ച ചെയ്ത ഒരു ധീര ജവാൻ, ആ ഒരു സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാധാരണ ജനങ്ങളോട് ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഓഫ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൈനികരെ സഹായിക്കാൻ വന്നു, അവരോട് അവർക്ക് വേണ്ട വാഹന സൗകര്യം ഒരുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അവരെയൊക്കെ ആ സമയത്ത് സൈന്യം ചേർത്ത് പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോകാൻ നേരം അവരെയൊക്കെ മാറോടണയ്ക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത്തരത്തിൽ ഋഷി രാജലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു KSEB ഉദ്യോഗസ്ഥനായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് KSEB ഉദ്യോഗസ്ഥനായി പിന്നെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് രാജ്യത്തോടുള്ള ആ ഒരു അടങ്ങാത്ത അഭിനിവേശം തന്നെയായിരുന്നു. അത് തന്നെയാണ് തൻ്റെ അമ്മയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയാണ്, എനിക്ക് അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ പറയുന്ന വാക്കുകളുണ്ട്, ഒരു ജോലിയായി ഇന്ത്യൻ ആർമിയിൽ പോകണ്ട, ഒരു സേവനമായി അല്ലെങ്കിൽ ഒരു ജോലിയായി ഇത് കാണാതെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇന്നും
പാലിച്ചു പോകുന്നത്. കാരണം അത്തരം മേഖലകളിൽ കശ്മീരിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഓപ്പറേഷനുകൾ നമുക്കറിയാം, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഈ തീവ്രവാദികളുടെയൊക്കെ പാളയത്തിൽ പോയി അദ്ദേഹം ഈ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ആക്രമണവും അദ്ദേഹത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മുഖത്ത് പരിക്ക് പറ്റുന്നു. 23 ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. പക്ഷേ ആ പരിക്ക് പറ്റി അദ്ദേഹം കിടക്കുമ്പോഴും ഡോക്ടർമാരൊക്കെ പകച്ചു നിൽക്കുന്ന നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ കൈ ഉയർത്തി തംസപ്പ് കാണിക്കുന്ന ഒരു സൈനികൻ, അതാണ് ഋഷി രാജലക്ഷ്മി. ആ ചിത്രങ്ങളൊക്കെ തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. കാരണം അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടു കൂടി മുഖത്ത് മുഴുവൻ പരിക്കേറ്റ് ശരീരമാസകലം പരിക്കേറ്റ് കിടക്കുമ്പോൾ ഡോക്ടർമാർ പോലും എങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ ദുരന്ത മുഖത്തും കണ്ടത്. ഇത്രയധികം സൈനികരെ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് പാങ്ങോടേക്ക് മടങ്ങുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ജനങ്ങൾക്കുണ്ടായാലും അവിടേക്ക് ഞങ്ങൾ എത്തും എന്നുള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് സീതാ ഷെൽക്കെ ആയാലും അതോടൊപ്പം VT മാത്യു സാറായാലും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവിടെയുള്ള ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ തന്നെ ഈ ബെയിലി പാലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ അത് കാരണം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഉരുക്ക് പ്രതലങ്ങൾ, ഇത്രയും ഭാരമേറിയ ഉരുക്ക് പ്രതലങ്ങൾ ഈ ഒരു ട്രക്കിൽ നിന്നും ചുമന്നുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്ന കാര്യം, ആ ചളി പുതഞ്ഞ പ്രദേശത്തൂടെ നടക്കുന്ന കാര്യം, അതോടൊപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിപ്പോൾ കൃത്യമായും ഈ ഒരു പരിശീലനം ലഭിച്ച സൈനികർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും ഇതേ വികാരം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. 2 ദിവസം കൊണ്ട് ഒരു പാലം സ്വപ്നം പോലെ തോന്നുന്നു. അഭിനന്ദനങ്ങൾ എന്ന് ശ്രീ സന്ദീപ് പറയുമ്പോൾ തീർച്ചയായും ബെയിലി പാലത്തെക്കുറിച്ച് മനോജ് ഇപ്പോൾ പറഞ്ഞ് ഇങ്ങനെ തുടരുകയായിരുന്നു. അത് എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. നിരവധി കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈനികരുടെ കരങ്ങളിൽ എത്ര ജീവനുകൾ പുനർജനിച്ചിരിക്കുന്നു. ദുരന്ത ഭൂമിയിൽ നിന്നും എത്ര അഭിനന്ദിച്ചാലും ആദരിച്ചാലും മതിയാകില്ല ഈ ധീര യോദ്ധാക്കളെ. തീർച്ചയായും ആ വികാരം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. മാത്രമല്ല സ്വന്തം ജീവൻ മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സൈനികർ. ഭാരതത്തിൻ്റെ ധീരപുത്രന്മാരായ സൈനികർ, നിങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളുടെ പരിപൂർണ പിന്തുണയും അഭിവാദ്യവും നേരുന്നു. ഭാരത് മാതാ കി ജയ്. അപ്പോൾ നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അഖിൽ പാലോട്ട് മഠമുണ്ട്. അവിടെ അഖിൽ, നമസ്തേ. ആ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടായിരുന്നു അഖിലിന്റെ റിപ്പോർട്ടിംഗ്. അവിടെ നിന്ന് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നു. എങ്ങനെ തോന്നി? എന്തായിരുന്നു അനുഭവം? ആ സൈനികരെ ആവേശത്തോടുകൂടി ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം മുഴക്കി സ്വീകരിക്കുമ്പോൾ പ്രദീപ്, അനു, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ മനോജ് പറഞ്ഞു വച്ച വാക്കുകൾ പോലെ തന്നെയാണ് രാജ്യത്തിന്റെ കാവലാളായി മാറിയ രാജ്യത്തിന്റെ പ്രിയപുത്രർ, രാജ്യത്തിന്റെ ഭാരതാംബയുടെ പ്രിയ സേവകർ അവരുടെ 10 ദിവസത്തെ ദൗത്യം പൂർത്തീകരിച്ച് വലിയ പ്രതീക്ഷയോടെ വയനാടിന്റെ ചുരം കയറി സൈന്യം എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ്. അവിടെ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആൾക്കാരെയും രക്ഷപ്പെടുത്താൻ ഒരു വെള്ളി വെളിച്ചം, പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം അവിടെ ഉണ്ടാകുന്നു എന്ന് വലിയ ആഘോഷത്തോടെ അല്ലെങ്കിൽ ആരവത്തോടെയൊക്കെ തന്നെ അവരെ സ്വീകരിച്ച അതേ ആരവത്തോടെയാണ് ഇന്നലെ അവരെ മടക്കയാത്രയും ഉണ്ടായിരുന്നത്. 171 അംഗ സംഘമാണ് ഞാൻ നിൽക്കുന്ന ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും 2 യൂണിറ്റുകളിൽ നിന്നായി എഞ്ചിനീയേഴ്സ് വിഭാഗം അതുപോലെ തന്നെ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നൊക്കെ തന്നെ ഏകദേശം 171 വരുന്ന സൈനിക അംഗങ്ങളാണ് ഇവിടെ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അതിൽ വലിയ സ്വീകരണമായിരുന്നു ഇന്നലെ അവർ ഇവിടെ തിരിച്ചെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. വന്ദേമാതരം മുഴക്കി അവരെ സ്വീകരിക്കുന്നു, അവർക്ക് സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നു. ചില പ്രദേശവാസികളൊക്കെ തന്നെ വന്നു നിന്ന് അവർക്ക് പുഷ്പമെറിഞ്ഞ് പുഷ്പവൃഷ്ടി നടത്തി അവരെ സ്വീകരിക്കുന്നതൊക്കെ തന്നെ നേരിട്ട് കാണാൻ അനുഭവിക്കാനൊക്കെ തന്നെ ഇന്നലെ എനിക്ക് കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം. കാരണം അതിൽ 1-2 ആൾക്കാർ, അതിൽ 2-3 മലയാളികൾ ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ്. കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ നാടിനെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ അത്രമാത്രമാണ് ഈ നാട്ടിലെ ജനത ഞങ്ങളെ സ്നേഹിക്കുന്നത്. കാരണം ഇന്നലെ അവർ കടന്നു വരുന്ന, അതായത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര വരുമ്പോൾ ചേപ്പാട്, തൃശ്ശൂർ അവർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഹരിപ്പാട്ട് അമ്മമാരും കുട്ടികളും അടക്കം റോട്ടിൽ ഇറങ്ങി നിന്നാണ് അവർക്ക് ബിഗ് സല്യൂട്ട് നൽകി അവരെ പുഷ്പമെറിഞ്ഞ് അവരെ ആനയിച്ച് ദീപമൊഴിഞ്ഞ് അവരെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതൊക്കെ തന്നെ ഈ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചേർത്തു പറയാനുള്ളത്, നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് ഈ രാജ്യമാണ് വലുത് എന്ന ആ വലിയ കാഴ്ചപ്പാടിന് വീണ്ടും വീണ്ടും
വീണ്ടും ആത്മവിശ്വാസം പകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വന്നു. നമ്മൾ പല ആവർത്തി കേരളം ഇതുപോലുള്ള പല പ്രതിസന്ധികളിലും നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടത്, നമ്മൾ ഏറ്റവും അവസാനം സൈന്യത്തെ വിളിക്കൂ എന്ന് അറമുറയിട്ട് വിളിച്ചു കേട്ടത് ഷുരൂരിൽ അർജുന്റെ അപകടം സംഭവിച്ച ആ തിരച്ചിൽ നടക്കുന്ന സമയത്ത് കുടുംബം ഒന്നടങ്കം, ഒരു നാട് മുഴുവൻ പറഞ്ഞത് നിങ്ങൾ സൈന്യത്തെ വിളിക്കൂ, സൈന്യത്തിന്റെ തിരച്ചിലിന് ആവശ്യപ്പെട്ടു, നാവികസേനയെ വിളിക്കൂ, എയർഫോഴ്സിനെ വിളിക്കൂ, അതുപോലെ തന്നെ മിലിറ്ററിയെ വിളിക്കൂ എന്നൊക്കെ തന്നെ അവർ പറയുന്നത്. കാരണം അത്ര ആത്മവിശ്വാസമാണ്. സൈന്യം വരുമ്പോൾ, രാജ്യത്തിന്റെ കാവലാൾമാർ വരുമ്പോൾ, രാജ്യത്തിന് കരുത്തു വരുന്നവർ വരുമ്പോൾ, ഭാരതാംബയുടെ വീരപുത്രർ വരുമ്പോൾ, അവർ വരുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് അവരുടെ വിശ്വാസമാണ്. ഓരോ ജനതയുടെയും വിശ്വാസമാണ് അവരെ വീണ്ടും ഇതുപോലെ ദുരന്തമുഖത്തേക്ക് വിളിക്കാനുള്ള ആത്മവിശ്വാസം പകരുന്നത്. കാരണം എത്ര പ്രയാസമുണ്ടെങ്കിലും, നമ്മൾ കഴിഞ്ഞ ഈ സംഭവമുണ്ടായ വയനാട്ടിലെ ദുരന്തമുണ്ടായ ദിവസങ്ങളിൽ സൈന്യമെത്തുന്ന ആദ്യ മണിക്കൂറുകൾ മുതൽ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ കൊണ്ട് 2 കരകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നു, എയർലിഫ്റ്റ് ചെയ്ത മരണപ്പെട്ടവരെയും ജീവൻ തുടിക്കുന്നവരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നു, അവരുടെയൊക്കെ അരികിലേക്ക് ഭക്ഷണവുമായി പറന്നെത്തുന്നു, വസ്ത്രവുമായി പറന്നെത്തുന്നു. അങ്ങനെ പറഞ്ഞാലും തീരാത്ത, വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും തീരാത്ത വിധത്തിലൊക്കെയും ആ സൈന്യത്തിന്റെ ഇടപെടൽ നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളെല്ലാവരും അഭിമാനത്തോടെ നിന്നതാണ്. കാരണം ആ ഭാരതത്തിന്റെ ആ യശസ് ഉണർത്തുന്ന, ഇന്നലെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ വന്നു നിൽക്കുമ്പോഴും അവർ പറഞ്ഞത്, പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത്, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് നിസ്വാർത്ഥമായ ഒരു നാടിനെ ചേർത്തു പിടിക്കുന്ന സേവന തൽപരതയുടെ ഒക്കെ തന്നെ പ്രതീകമാണ് എന്നതൊക്കെയാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു വാക്ക് വീണ്ടും ഞാൻ ചേർത്തു വെച്ചു പറഞ്ഞാൽ അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. ഇന്നലെ സൂര്യൻ അസ്തമിക്കുന്ന ആ പൊൻകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭാരതത്തിന്റെ ആ പതാക കൈകളോട് ചേർത്ത് പിടിച്ചവർ വലിയ വിജയദൗത്യം പേറി അവർ ഈ ക്യാമ്പിലേക്ക് നടന്നു കയറുമ്പോൾ അഭിമാനമാണ്. ഇവിടെ ഇന്നലെ നിന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരും ഒരേ മനസ്സോടെ അവരെ സ്വീകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മാധ്യമ സമൂഹത്തിനിടയിൽ പോലും ഞാൻ കാണുന്നത്. എന്തായാലും വലിയ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. കാരണം അത്ര വലിയ ഊഷ്മളമായ ഒരു വരവേൽപ്പ് അവർക്ക് നൽകി. എടപ്പഴിഞ്ഞു മുതൽ ഞാൻ നിൽക്കുന്ന ഈ പാങ്ങോട് പ്രധാന കുളച്ചൽ കവാടത്തിലേക്ക് കയറിപ്പോകുന്ന ആ സ്ഥലം വരെ പൂർണ്ണമായും ഇരുവശങ്ങളിലും ഇവിടുത്തെ മറ്റു സൈനിക അംഗങ്ങൾ, പ്രദേശവാസികൾ അതുപോലെ തന്നെ നിന്ന് അവർക്ക് സല്യൂട്ട് നൽകി, അവരെ ത്രിവർണ്ണ പതാക കൈകളിലേന്തി അവരെ സ്വീകരിച്ച്, അവർക്ക് വന്ദേമാതരത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് ഭാരതാംബയ്ക്കു ജയ് വിളിച്ച് അവരെ സ്വീകരിക്കുന്നതൊക്കെ തന്നെ അഭിമാനത്തിന്റെ നിമിഷങ്ങളിൽ എത്തിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും വയനാട് ഈ തിരച്ചിലിൽ സൈന്യത്തോടൊപ്പം മറ്റു സേനാ അംഗങ്ങളും അത്രമാത്രം അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അത്രമാത്രം അഭിമാനത്തിന്റെ കിരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് എന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രദീപ്. ശരി, അഖിൽ പാലോടുമഠം, എന്തായാലും ആ ആവേശം, ആ അർപ്പണബോധം, ആ സ്പിരിറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ജോലിയിൽ ജനങ്ങൾക്ക് വേണ്ട വാർത്ത കൃത്യമായി എത്തിക്കുന്നതിൽ കൂടി നമുക്ക് അനുകരിക്കാം. എന്തായാലും വളരെയധികം നന്ദി. തീർന്നിട്ടില്ല ആവേശത്തിന്റെ വാർത്തകൾ, ആവേശത്തിന്റെ കാഴ്ചകൾ. ഒരു കമന്റ് വന്നതാണ്. ദിനേശ്, പ്രധാന സേവകൻ നടന്നു നീങ്ങിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്കല്ല, മനസ്സ് മുറിവേറ്റിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിലായിരിക്കട്ടെ. തീർച്ചയായിട്ടും ആണ്. അങ്ങനെയുള്ള കാഴ്ചകളാണ് നാം കണ്ടത്. ചൂരൽമലയിലൊക്കെ 15 മിനിറ്റാണ് ഔദ്യോഗികമായി അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയമെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞും അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുന്നില്ല. ഓരോരോ പോയിന്റായിട്ട് ഉദ്യോഗസ്ഥരോട്, ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിനോട്, അഡീഷണൽ DGP MR അജിത് കുമാറിനോടൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി നടന്നു നീങ്ങുകയായിരുന്നു ആ മലയിലൂടെ. ആ മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് തന്നെയാണ് അദ്ദേഹം സാന്ത്വനമായി എത്തിയത്. പിന്നെ ആശുപത്രിയിൽ കണ്ട കാഴ്ചകളാണെങ്കിൽ അത് ഏതാണ്ട് വളരെ ഇമോഷണലായ ഒരു കാഴ്ചകളായിരുന്നു. കുട്ടികളെ ചേർത്ത് പിടിച്ച് ഓരോരുത്തരായി. അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അഭിനയമോ അടവോ അല്ലായിരുന്നു. രാജ്യത്തിൻ്റെ സേവകന്റെ കരസ്പർശമായിരുന്നു സാന്ത്വനത്തിൻ്റെ. നമുക്ക് അതൊന്ന് കാണാം. വയനാടിന് ഏറെ സാന്ത്വനം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ദുരന്ത മേഖല സന്ദർശിച്ച അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ദുരന്തം തളർത്തിയവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. കാണാം നമുക്ക്. ദുരിതബാധിതർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമൊപ്പമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. ദുരന്ത മേഖലയിലൂടെ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലെ ഹെലിപാഡിലെത്തിയത്. തുടർന്ന് വാഹനമാർഗം ദുരിതബാധിത മേഖലയിലെത്തിയ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പകർന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സ്വാന്തനമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. അദ്ദേഹം ആദ്യം നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, ഇൻസിഡന്റിനെ കുറിച്ച് പറയും, പിന്നെ തോള് തട്ടി ഒരാശ്വാസം അതുപോലെ തോള് തട്ടി ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ തോള് തട്ടി നമുക്കൊരു വിശ്വാസം വരുമല്ലോ, ഒരു ഊർജ്ജം. അപ്പോൾ പറഞ്ഞ എല്ലാത്തിനും ഉണ്ടാവും. ഞാൻ ആദ്യം ഭേദമായിട്ട് ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നട്ടലിങ്ങനെ പൊട്ടിയതിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ. തുടർന്ന് കളക്ടറേറ്റിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സംസ്ഥാനത്തോട് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർക്കായി സത്യമായ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ജനം, വയനാട്. അങ്ങനെ നമ്മൾ പ്രധാന സേവകന്റെ വരവ് ഒരിക്കൽ കൂടി കാണുന്നു. ഇനിയുമുണ്ട് സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ വാർത്തകളുണ്ട്, വയനാട്ടിൽ നിന്നുള്ള വാർത്തകളുണ്ട്, അതിലേക്കൊക്കെ വരാം. ഇപ്പോൾ സമയം 7:24 കഴിഞ്ഞു, 7:25 അപ്പോൾ പെട്ടെന്ന് യോഗയിലേക്ക് പോകാം. യോഗ കഴിഞ്ഞാൽ ഉടനെ റാപ്പിഡ് ന്യൂസ്. തീർച്ചയായും ഇന്ന് യോഗാസനത്തിൽ പത്മാസനം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള വ്യായാമ മുറകളാണ്. ഉപവിഷ്ട കോണാസനം, യോഗാ സംസ്ഥ. നമസ്കാരം. നമ്മൾ പത്മാസനത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ തിത്തിരി ആസനവും അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇടുപ്പിൻ്റെയും മുട്ടിൻ്റെയും ചലനവും ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപവിഷ്ട കോണാസനം, ഇരുന്നു കൊണ്ടുള്ള ട്രയാങ്കിൾ പോസാണ് ഉപവിഷ്ട കോണാസനം. ഓക്കെ, ഈ ആസനയുടെ മെയിൻ ഗുണം എന്ന് പറയുന്നത് തന്നെ ഹിപ്പ് എക്സ്പാൻഷനാണ്. അതായത് നമ്മളെ ഹിപ്പ് ഫ്ലെക്സിബിലിറ്റി, ഇടുപ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന ആസനങ്ങളിലൊന്നാണ് ഉപവിഷ്ട കോണാസനം. അപ്പോൾ ഹിപ്പ് എക്സ്പാൻഡ് ആകുമ്പോൾ തന്നെ നമ്മളെ പെൽവിക് മസിൽസും അതുപോലെ അടിവയറിലുള്ള മസിൽസിനെ നമ്മളിത് സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഏത് അവയവത്തിനായിരിക്കും? നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗനെ ആയിരിക്കും. ഒരു പ്രായമായ ആൾക്കാർക്ക് ഒരു സ്റ്റേജ്, ഒരു 10-50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻറ്റ് വരാം, അടിക്കടി മൂത്രം തരിപ്പുണ്ടാകാം, അത് കാണുമ്പോൾ മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകും. അത് ആണുങ്ങളിൽ. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലോ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും യൂട്രസ് പ്രൊലാപ്സ് ആകുന്ന, കാരണം പ്രസവത്തിനൊക്കെ ശേഷം യൂട്രസും അതിൻ്റെ മസിൽസും ഒക്കെ ഭയങ്കരമായിട്ട് വീക്കാവും. അപ്പോൾ ഈ വരുന്ന ഈ റീപ്രൊഡക്റ്റീവ് സംബന്ധമായിട്ടുള്ള അവയവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ആസനമാണ് ഉപവിഷ്ട കോണാസനം. അതിനോടൊപ്പം തന്നെ ഈ ആസനങ്ങൾ ചെയ്തുകൂടാത്ത വ്യക്തികളുമുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയല്ലേ, അപ്പോൾ തന്നെ നമ്മൾ പ്രഷർ എവിടെ കൊടുക്കും? അടിവയറിന് കൊടുക്കും. അപ്പം മെയിനായിട്ടും അംബ്ലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഇൻഗ്വൈനൽ ഹെർണിയ ഉള്ളവരിത് ഒഴിവാക്കണം. അതുപോലെ കാല് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇടുപ്പ് എല്ലുകൾക്ക് രോഗം വരും, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. അങ്ങനെയുള്ള വ്യക്തികളും ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം ഉപരി നമ്മൾ ഈ ആസനം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പത്മാസനത്തിൻ്റെ തയ്യാറെടുപ്പിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആസനം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരെ നിവർന്നിരിക്കുക. നമുക്ക് 2 വശത്തേക്ക് നമ്മളുടെ കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് മാത്രമേ സ്ട്രെച്ച് ചെയ്യാവൂ. അടുത്ത ആളോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവർ ഇത്ര സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഓവറായിട്ട് ഹിപ്പിനെ സ്ട്രെച്ച് ചെയ്യരുത്. അപ്പോൾ വലത്തേക്കാല് മാക്സിമം അകലത്തിൽ വെച്ചു.
അപ്പം എനിക്ക് എൻ്റെ മാക്സിമം ലെവലെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ കാലിൻ്റെ പാദം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇങ്ങനെ സൈഡിലോട്ടോ ഇങ്ങനെ വന്ന് വയ്ക്കരുത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ അടുത്ത കാല് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ രണ്ട് പാദവും എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ട് ഫേസ് ചെയ്താണ് നിവർന്നിരിക്കുന്നത്. നേരെ നിവർന്നിരിക്കുക. നന്നായിട്ട് നമ്മളുടെ തൈസിൻ്റെ ഉൾഭാഗം ഇന്നർ തൈ നന്നായിട്ട് നമുക്ക് സ്ട്രെച്ച് ആകും. സ്പൈന് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഒന്നും കൈ രണ്ട് വശത്തോട്ട് നീട്ടി കൈ എവിടെയാണ് എത്തുന്നത് അവിടെ പിടിക്കുക. അപ്പോൾ എനിക്ക് ടോസിൽ പിടിക്കാൻ പറ്റുന്നു, ഞാൻ ടോസിൽ പിടിച്ചു. ചെറിയൊരു ഹുക്കിട്ട് ഞാൻ തള്ളവിരലിൽ ഹുക്കിട്ട് ഞാൻ പിടിച്ചു. ഇനി നിവർന്നിരിക്കുക. കൈമുട്ടുകൾ മുകളിലോട്ട് ബെൻഡ് ചെയ്ത് മാക്സിമം ഫ്രണ്ടിലോട്ട് വരിക. ഈ ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മളുടെ വലിവ് മുട്ടിൻ്റെ അങ്ങോട്ട് വരും. ആ ഒരു പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ വലിവാണ് നമുക്ക് വേണ്ടത്. ഹിപ്പ് ബാക്കിലോട്ടൊന്ന് പുള്ളി ചെയ്ത് കൈ രണ്ടും മുന്നിൽ കൊണ്ടുവന്ന് താടി സപ്പോർട്ട് ചെയ്ത് നിവർന്നിരിക്കുക. ഇത് മാത്രം മതി. നെറ്റ് തറയെ തൊടേണ്ട ആവശ്യമില്ല. റിലീസ് ചെയ്യുമ്പോൾ കൈ പതുക്കെ ടോസിൽ പിടിക്കുക. പതുക്കെ നിവർന്ന് വരിക. ഹിപ്പ് സ്ട്രെയിറ്റ് ചെയ്ത് നിവർന്നിരിക്കുക. കാലുകൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കാലുകൾ മടക്കി വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക. നമ്മൾ സാധാരണ ആസനം റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ നീട്ടി വെച്ചാണ് റിലാക്സ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരുന്നാൽ മാത്രമേ ആ കാല് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദി ബോഡി റിലാക്സ് ആകത്തുള്ളൂ. ഇപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിഞ്ഞു. ഇനി നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് വരേണ്ടത്. ശ്വാസം എടുത്ത് താഴോട്ട് കുനിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വരുന്നു. നിലനിർത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസരത്തിൽ നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു 30 സെക്കൻഡ് വരെ 1, 2, 3 അങ്ങനെ 30 സെക്കൻഡ് വരെ അത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നോർമൽ ബ്രീത്തിങ്ങിൽ തിരിച്ചു വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വന്ന് ഈ ഒരു അവസ്ഥയിൽ റിലാക്സ് ചെയ്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മസിൽ പിടിക്കുകയോ സ്പ്രെയിനോ എന്തെങ്കിലും തോന്നി അപ്പം തന്നെ ഈ ആസനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനം. ദുരിതത്തിൽ സർവവും നഷ്ടമായവർക്ക് ആത്മവിശ്വാസം നൽകിയാണ് പ്രധാന സേവകൻ മടങ്ങിയത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച നരേന്ദ്രമോദി ക്യാമ്പിൽ കഴിയുന്ന 9 പേരുമായിട്ടാണ് നേരിട്ട് സംസാരിച്ചത്. ചേർത്തു നിർത്തൽ, സ്നേഹത്തോടെയുള്ള തലോടൽ, ആശ്ലേഷിക്കൽ, ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ ഉറ്റവനായി പ്രധാനമന്ത്രി മാറിയ നിമിഷങ്ങൾ. കരുതലായി, താങ്ങായി, തണലായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്തി. വിതുമ്പലോടെ അവർ ദുരന്തത്തെപ്പറ്റി പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി അവരെ കേട്ടു, ആശ്വസിപ്പിച്ചു, കൂടെയുണ്ട്, ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പ് നൽകി. എല്ലാവരോടും വിശദമായി തന്നെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന ആളുകളിൽ 9 പേർക്കായിരുന്നു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം. അതിൽ ഒരാളായ അയ്യപ്പൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ അനുഭവം ജനം ടിവിയോട് പങ്കുവച്ചത് ഇങ്ങനെ: എല്ലാം പോയി, ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താ ചെയ്യുന്നല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ദുഃഖം കൂടുക. കാണുമ്പോൾ നമ്മൾ പെറ്റുവളർന്ന മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാറപ്പോൾ മലയാളത്തിൽ ഒരാൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്നെ ഇങ്ങനെയായിട്ട് ചേർത്തിട്ട് പിടിച്ചിട്ട് എല്ലാം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഗോവേട്ടനും ഇങ്ങനെ കാട്ടി ഉണ്ടെന്ന്, ഒപ്പമുണ്ടെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മനുഷ്യസ്നേഹിയെ വെളിവാക്കുന്നതായിരുന്നു മേപ്പാടി സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകൾ. ജനം, വയനാട്.
എത്ര കണ്ടാലും മതി വരില്ല ആ ക്യാമ്പിലെ ദൃശ്യങ്ങൾ. കാരണം ഒരു പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ നേരിട്ടെത്തി ഓരോരുത്തരോടും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്, അവർക്ക് ഉറപ്പ് നൽകുന്നത്, അവരെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒറ്റയ്ക്കാകില്ല എന്നുള്ള ഒരു ഉറപ്പ്. അത് പ്രധാന സേവകന്റെ വായിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അടുത്തു നിന്ന് തന്നെ കിട്ടുമ്പോൾ ഇത്രയധികം ആശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക. നമ്മളോട് പ്രതികരിച്ച ഓരോ ആളുകളും അങ്ങനെ പറഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ ആ ചിത്രങ്ങളാണ്. ആ സന്ദർശനത്തിന്റെ ആശുപത്രിയിൽ പോകുന്നതിന്റെ ഒക്കെ ചിത്രങ്ങളാണ്. നമ്മുടെ ഏതാണ്ട് 8:15 ആകുമ്പോൾ സോഷ്യൽ സ്കൂപ്പ് ഉണ്ട്. സോഷ്യൽ സ്കൂപ്പിൽ അത്തരം ചില ചിത്രങ്ങളും നമുക്ക് കാണാം. തീർച്ചയായും. ഇനി മറ്റൊരു വിശേഷം, കാരണം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്കായി തങ്ങൾ സ്വരുക്കൂട്ടിയ കൊച്ചു സമ്പാദ്യങ്ങളെല്ലാം കൈമാറി കാരുണ്യസ്പർശമാകുന്ന സഹോദരിമാരെ കുറിച്ച്. ദുരന്തത്തിൽ അനാഥരായ സമപ്രായക്കാരെ ഓർത്ത് മനസ്സ് നീറിയപ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം അവർക്കെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ. പറഞ്ഞു വരുന്നത് പള്ളിക്കര സ്വദേശികളായ ഗായത്രിയെയും ഗൗരിശ്രീയെയും കുറിച്ച്. ഇവരാണ് തങ്ങളുടെ സമ്പാദ്യം സേവാഭാരതിയെ ഏൽപ്പിച്ചത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് മുതലുള്ള വാർത്തകളെല്ലാം ഇവരെയും ഒരുപാട് നൊമ്പരപ്പെടുത്തി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെയെങ്കിലും ദത്തെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു ഗായത്രിയും അനുജത്തി ഗൗരിശ്രീയും അച്ഛനമ്മമാരോട് ആദ്യം തിരക്കിയത്. എന്നാൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിലെ സങ്കീർണത അച്ഛനും അമ്മയും ബോധ്യപ്പെടുത്തിയതോടെയാണ് കഴിഞ്ഞ 2 വർഷമായി സ്വരൂപിച്ച തുകയെല്ലാം വയനാടിനായി സേവാഭാരതി ഏൽപ്പിക്കാൻ കുട്ടികൾ തീരുമാനിച്ചത്. ഞങ്ങൾ ആദ്യം പേപ്പർ വായിച്ചപ്പോൾ ഇങ്ങനെ കുറെ ദുരന്തകഥയൊക്കെ കണ്ടു. അപ്പോൾ കുറെ കുട്ടികളും ഞങ്ങളെ പോലെയുള്ളവർ അനാഥരായി ഇരുന്നല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ. അപ്പം ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന ഫീസ് ഞാൻ 2 മാസത്തെ ഫീസ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഡിസൈഡ് ചെയ്തപ്പോൾ ഇവള് പറഞ്ഞു അവളുടെ കയ്യിലും കുറച്ച് സേവിങ്സ് ഉണ്ട്, അതും കൂടി കൂട്ടി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ കുറച്ച് കോയിൻസ് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ കൂട്ടി വെച്ചു. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ചേച്ചി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ PR കണ്ണന്റെയും രജിതയുടെയും മക്കളാണ് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ MA ഇന്റഗ്രേറ്റഡ് സോഷ്യൽ സയൻസിന് പഠിക്കുന്ന ഗായത്രിയും വടയമ്പാടി പരമപട്ടായ കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗൗരിശ്രീയും. ഗായത്രി ട്യൂഷനെടുത്ത് സമ്പാദിച്ച തുകയാണ് സേവാഭാരതിക്ക് കൈമാറിയത്. ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി AN ബിജുവും കുന്നത്തുനാട് സേവാഭാരതി ഭാരവാഹികളും ചേർന്ന് സഹായനിധി ഏറ്റുവാങ്ങി. ജനം, കൊച്ചി. ഇനി മറ്റൊരു വിശേഷത്തിലേക്ക് കടന്നാലോ? വീണ്ടും വയനാടിനായുള്ള സഹായഹസ്തത്തിന്റെ കാരുണ്യത്തിന്റെ ഒക്കെ കഥകളാണ്. വയനാടിന് നാടൊന്നാകെ സഹായഹസ്തമൊരുക്കുമ്പോൾ കൂടെ കൂടുകയാണ് കുട്ടികളും. കോഴിക്കോട് തോട്ടുമുക്കം GUP സ്കൂളിലെ കുട്ടികൾ ഇത്തരത്തിൽ മാതൃകയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ ദേശീയ പതാകകൾ വിൽക്കുകയാണ് കുട്ടികൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ദേശീയ പതാകകൾ വീടുകളും കടകളും കയറിയിറങ്ങി വിൽക്കുകയാണ് കുട്ടികൾ. കുട്ടികളുടെ നല്ല മനസ്സ് കണ്ടറിഞ്ഞ് ഓട്ടോ തൊഴിലാളികളടക്കം പതാകകൾ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കുകയാണ്. ഓഗസ്റ്റ് 15 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിക്കുന്ന തുക കൈമാറാനാണ് തീരുമാനം. പ്രസിഡന്റ്, ഞങ്ങൾ GUPS തോട്ടുമുക്കം സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഫ്ലാഗ് ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ച് സ്വീകരിച്ചിട്ട് വയനാട്ടിലേക്കുള്ള ഇത് വിറ്റിട്ട് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള തുക കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വട്ടം ഞങ്ങൾ ഇവിടെ ഇതെല്ലാം കൊടുത്തതാണ്, കളിപ്പാട്ടങ്ങള് എല്ലാം കുട്ടികളെ സഹകരിച്ചിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കുക. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആണ് ഫ്ലാഗ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ പ്രവർത്തനം മികച്ചതും മാതൃകാപരമാണെന്നും നാടിനൊന്നാകെ അഭിമാനം പകരുന്നതാണെന്നും ദിവ്യ ഷിബു പറഞ്ഞു. വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ്. അതിനോട് ചേർന്നുകൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ തോട്ടുമുക്കം GUPS സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം GUP സ്കൂൾ തോട്ടുമുക്കം ഏറ്റെടുത്തിട്ടുള്ള ഫ്ലാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാകുന്നു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുവാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പ്രധാന അധ്യാപിക ഷെറീനയും PTA ഭാരവാഹികളും രക്ഷിതാക്കളും കുട്ടികൾക്ക് പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഇത് 2ാം തവണയാണ് തോട്ടുമുക്കം സ്കൂളിലെ കുട്ടികൾ കൈകോർക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ കൂട്ടുകാർക്കായി ശേഖരിച്ച കളിപ്പാട്ടങ്ങളുമായി കുട്ടികളും അധ്യാപകരും ചുരം കയറിയിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ജനം, കോഴിക്കോട്.
നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, കാരണം ഈ ഒരു ദുരന്തം കഴിയുമ്പോഴും ഈ ആശങ്കകൾക്ക് വക നൽകുന്ന ചില റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ദുരന്തം കഴിഞ്ഞാണല്ലോ ആലോചന തുടങ്ങുന്നത്. ഓരോ ദുരന്തം കഴിയുമ്പോഴും കുറെ പ്രസ്താവനകൾ, കുറെ നടപടികൾ, കുറെ പഠനങ്ങൾ. പക്ഷെ അടുത്ത ദുരന്തം വരെ കാത്തിരിക്കുന്നു. ഇത് പറഞ്ഞ് ആവർത്തന വിരസത ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നിയേക്കാം, പക്ഷെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 2018, 2019 കേരളം നടുങ്ങി വിറച്ച് പകച്ചു നിന്ന 2 ദുരന്തങ്ങൾ. അതിനുശേഷം 2020 ഒരു പഠന റിപ്പോർട്ട്, IIT-യിലെ പ്രൊഫസർമാരടക്കമുള്ള 5 അംഗ വിദഗ്ധ സംഘം വയനാട്ടിൽ വന്ന് താമസിച്ച് അവിടുത്തെ ഭൂപ്രകൃതി, മണ്ണിന്റെ അവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, മഴയുടെ തോത് എല്ലാം പഠിച്ച ശേഷം എഴുതി വെച്ചൊരു റിപ്പോർട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ജ്ഞാനമൊന്നും വേണ്ട, വളരെ കൃത്യമാണ് അവർ പറഞ്ഞത്. അവിടെ പെയ്യുന്ന മഴയുടെ തീവ്രത, അത്ര തീവ്രമായ മഴ എത്ര സമയം പെയ്യുന്നു, മഴയുടെ ദൈർഘ്യം, ഇത്രയും നോക്കിയാൽ, അത് പാരാമീറ്ററാക്കി, അത് മാനദണ്ഡമാക്കിയാൽ ഇതിനുള്ള സാധ്യത മുൻകൂട്ടി അറിയാം. ഉരുൾപൊട്ടലിന്റെയും മണ്ണൊലിപ്പിന്റെയും മണ്ണിന്റെ ഘടന വരെ പഠിച്ചിട്ടാണ് ആ റിപ്പോർട്ട്. അത്രയുമാണ് അതിലെ ശാസ്ത്രീയ അല്ലെങ്കിൽ സാങ്കേതിക വശം. അത് പഠിക്കാനോ അവർ നിർദ്ദേശിക്കുന്ന കുറേ സ്ഥലങ്ങളിൽ മഴമാപിനി, അതായത് റെയിൻ ഗേജ് വയ്ക്കണം. ഇപ്പോൾ ഇത്തവണ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇത്തവണത്തെ മൺസൂണിൽ കാലവർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയ്ക്കാണ്. ആ വയനാട്ടിലാണ് ഈ നാടിനെ നടക്കിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് പറയാതെ, അതാണ് LEWS, മനസ്സിലായില്ലേ, ഏർലി വാർണിംഗ് സിസ്റ്റം. എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി ലോല മേഖലകൾ, വയനാട് ഇടുക്കി പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ചത് പറയുക തന്നെ വേണം. പക്ഷേ എങ്കിലും ഈ ദുരന്തങ്ങൾ കഴിയുമ്പോഴും ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം അവിടെ ശക്തമാകുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടറുടെ കണ്ണിലും പെട്ടു. പല ഓമന പേരിട്ട് വിളിക്കും, വികസനം, ടൂറിസം, റിസോർട്ട്. നോക്കൂ, ഈ റിസോർട്ട് അടക്കമല്ലേ കൊണ്ടുപോകുന്നത്. പ്രകൃതിക്ക് അങ്ങ് ഇത് പൊട്ടി ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ. ഇതിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഭീതി ഒഴിയാതെ ഇപ്പോഴും തുടരുകയാണ്. ഈ സമയത്തും അധികാരികളുടെ മൗനസമ്മതം കൊണ്ട് ക്വാറി മാഫിയകൾ കാർന്ന് തിന്നുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതം കൂടിയാണ്. ഇതിനൊരു നടപടി വേണമെന്നതാണ് റിപ്പൺ വാളത്തൂരിലെ ജനങ്ങളുടെ ആവശ്യം. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉരുളെടുത്ത മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ തീരാ നോവാണ്. വയനാട്ടിലെ പല സ്ഥലങ്ങളും റെഡ് സോൺ ആണെന്ന് അധികാരികൾ തന്നെ പറയുന്നു. എന്നാൽ ഇന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നത് ചില ക്വാറി മാഫിയകളുടെ പ്രവർത്തനമാണ്. ഇത് മുപ്പേനാട് പഞ്ചായത്തിൽ വാളത്തൂർ ചീരമട്ടം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ഏകദേശം ഒരു 600ഓളം വീടുകൾ നിലവിലുണ്ട്. ഈ കോറിക്ക് പ്രവർത്തന അനുമതി കിട്ടിയത് തൊട്ടടുത്ത് തന്നെ 45 മീറ്റർ ചുറ്റളവിൽ ഒരു വീടുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കോറി മാഫിയകളെ സഹായിച്ചത്. ഇത് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സ്ഥലം. ഇപ്രാവശ്യം ഈ കോറിക്ക് വേണ്ടി മണ്ണെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ക്യാമ്പിൽ പോയി താമസിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇതിലാണ് വയനാട്ടിൽ നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിന്നെ ഉണ്ടായ കാരണങ്ങളൊക്കെ ഇങ്ങനെ കോറിക്ക് കൊടുത്ത ലൈസൻസിനാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഈ കോറി ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുള്ളൂ. കാരണം അതിന് ഏതറ്റം വരെ ഞങ്ങൾക്ക് പൊരുതേണ്ടി വന്നാലും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുണ്ടക്ക എന്ന് പറഞ്ഞ പ്രദേശം. അവിടെ നമുക്കൊക്കെ നമ്മുടെ മുൻകാല തലമുറകൾ പറയുന്നുണ്ട് അവിടെ ഒരു കോറി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പൊട്ടിയതെന്നൊക്കെ. അപ്പോൾ ഇനിയും ഇവിടെ കോറി അനുവദിച്ചാൽ ഇതുപോലത്തെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കില്ല. ഇന്നലെ വരെ നമ്മൾ ഇവിടുന്ന് ഒരു ഭൂചലനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലല്ലേ. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഹൈക്കോടതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെരുവുള്ള പ്രദേശങ്ങളിൽ മണ്ണെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ജിയോളജീൻ്റെ വകുപ്പ് അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ചെറിയ സമാധാനം, ഇവരിപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്യാണ്ട് നിൽക്കുമെന്നും ഇവർ പറയും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു രംഗത്ത് വരും. അപ്പോൾ നമ്മളൊന്നും അറിയാണ്ടാണ് അധികാരികൾ ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അത് എതിർക്കണം, അത് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ കുറേ തീരുമാനം. ഇവിടെയാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ മുണ്ടക്കായ്. ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളൂ. ആ മുണ്ടക്കായ് പോലത്തെ ഒരു മലമ്പ്രദേശമാണ് ഇവിടെ. ഇവിടെ താഴ്വാരങ്ങൾ ഒരുപാട് വീടുകളുണ്ട്.
ഇവിടെ തഹസിൽദാർ വന്നിട്ട് 43 മീറ്ററിൽ വീടുകളുണ്ട്, റെഡ് സോൺ എന്നുള്ള പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉണ്ടായിരിക്കുകയാണ് കോറിക്ക് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായി സമരം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ദുരന്തമല്ലാതെ ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ മുണ്ടക്കായുടെ മുമ്പ് ഇവിടെ ഉരുൾപൊട്ടി എല്ലാവരും നിലമ്പൂർ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇവിടെ സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇവിടുത്തെ അധികാരികൾ ഉദ്യോഗസ്ഥരൊക്കെ ഈ കോറിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ ചെയ്തു കൊടുക്കുകയാണ്. അത് മുണ്ടക്കായാണ്. ഇവിടെ നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ആ മുണ്ടക്കായ് പൊട്ടുന്ന ശരിക്കും ശബ്ദം ഞങ്ങൾ കേട്ടതാണ്. രാത്രി ഞങ്ങൾ 2 മണിക്ക് ആ സൗണ്ട് കേട്ടിട്ട് ഇവിടുത്തെ എല്ലാവരും പേടിച്ചിട്ട് ഇതിന് മുകളിലാണ് നിന്നത്. അത്രത്തോളം ഭീതിയിലാണ് ഈ കോരിയും കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും ഈ കോരി ഏതറ്റം വട്ട പോയാലും ഞങ്ങളിത് തടയന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇവിടെ ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്താലും ഇത് തടയന്നെ ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വാക്കുകൾ. ഈ പ്രദേശത്താണ് ഇത്തരമൊരു കോറി വരുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മറ്റൊരു വലിയ ദുരന്തത്തിന് കൂടെ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ അനു ജാനാവറിനൊപ്പം എം മനോജ്, ജനം, വയനാട്. സ്ഥിരം പ്രേക്ഷകരെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ചിലർ പിന്നെ അനുജിക്കും ദേവികജിക്കും വീണാജിക്കും എനിക്ക് ജിക്കും ഒക്കെ നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ. തുടക്കത്തിൽ വീണ എവിടെയെന്ന് എന്നോട് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞങ്ങൾ കണ്ടു. വൈറൽ പനിയുടെ കാലഘട്ടമാണ്. അതെ, വീണയ്ക്കും വൈറൽ പനിയാണ്. അങ്ങനെ ഒരു അതൊന്ന്. പിന്നെ എല്ലാവരും ഉണ്ട്. ഉഷാജി, നമ്മുടെ അജിത് ഭാസ്കറിനെ കണ്ടില്ല, ഞാൻ കാണാത്തോണെന്ന് അറിയത്തില്ല. രാധാകൃഷ്ണൻ വൈകുണ്ഠം, സദാനന്ദൻ നരുനിലമുണ്ട്, നന്ദനാജിയുണ്ട്, സന്ദീപ് ഉണ്ട്. കാണാതെ പറയാണ്. അല്ലല്ല, എല്ലാ ദിവസവും കാണുന്ന പേരുകളല്ലേ. ഗിരിജ CS ഉണ്ട്, ഗിരിജ ലാൽ അല്ലേ. അങ്ങനെ സ്ഥിരം പ്രേക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പം ശ്രദ്ധിക്കുക, നമ്പ്യാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്പ്യാർ ടൈം പാസിനായി വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് കൊടുത്തു വിട്ടേക്ക്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ഓഫീസിൽ എല്ലാവരുടെയും പേര് കാണാതെ ഇങ്ങനെ പറയാൻ കഴിയും? പറയാം. ശരി, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും 7:59 കഴിയുന്നു. പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ഇന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, ഇന്ന് കൃത്യസമയത്ത് തുടങ്ങിയല്ലോ. സമയത്തിന്റെ വില, പലപ്പോഴും സമയത്തിന്റെ വില അറിയാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ. പലപ്പോഴും ആ ഒരു ടെക്നിക്കൽ ഫ്ലോ വരുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഭജന സമാപിക്കാൻ 30 സെക്കൻഡ് വൈകിയാൽ അല്ലെങ്കിൽ 1 മിനിറ്റ് വൈകിയാലൊക്കെയാണത് സംഭവിക്കുന്നത്. പക്ഷേ കൃത്യമായ ശ്രമം ഉണ്ടാവും. കൃത്യസമയത്ത് തന്നെ ഓരോ മണിക്കൂറിലും ഓരോ അരമണിക്കൂറിലും പറയുന്ന വാർത്തകളിലേക്ക്, റാപ്പിഡ് ന്യൂസിലേക്ക് 7 മണിക്ക് ഹെഡ്ലൈൻസ് ഉണ്ടാവും, 8 മണിക്ക് ഹെഡ്ലൈൻസ് ഉണ്ടാവും, 7:30 റാപ്പിഡ് ന്യൂസ്, 8:30 റാപ്പിഡ് ന്യൂസ്. മറ്റ് സെഗ്മെന്റ്സ് പോലും കൃത്യമായ സമയത്തേക്ക് ആക്കാൻ ഞങ്ങളൊരു ചെറിയ ടീമാണ്. ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അല്ലേ. എന്തായാലും പെട്ടെന്ന് പ്രധാന തലക്കെട്ടുകൾ കണ്ടുവരാം. 8, വയനാട്ടിൽ ജനകീയ തിരച്ചിൽ തുടരും. തിരച്ചിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ച് ഇനിയും കണ്ടെത്താനുള്ളത് 126 പേരെ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഹൈന്ദവ സമൂഹം. ധാക്കയിലടക്കം പ്രതിഷേധ റാലി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അപലപനീയമെന്ന മുഹമ്മദ് യൂനുസ്. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്നത് PR ശ്രീജേഷും മനു ഭാക്കറും. ഇന്ത്യ സ്വന്തമാക്കിയത് 6 മെഡലുകൾ. 75% ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്ന് KSRTCക്ക് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. സർവീസ് മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഗണേഷ് കുമാർ. അനാസ്ഥയുടെ കൊടുമുടിയായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആംബുലൻസും കട്ടപ്പുറത്ത്. പാഴ്വാക്കായി ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പല മെയിൻ സ്ട്രീം എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളും
ഒരുപക്ഷെ അവഗണിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രാധാന്യം കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരു വശം റിപ്പോർട്ട് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ബംഗ്ലാദേശിൽ ഹൈന്ദവ സംഘടനകളുടെ വൻ പ്രതിഷേധം. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നടന്ന പ്രകടനങ്ങളിൽ ആയിരങ്ങൾ അണിനിരന്നു. RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയത്. കൂടാതെ ഹിന്ദു വംശഹത്യക്കെതിരെ ABVPയും പ്രതിഷേധിച്ചു. ഡൽഹി സർവകലാശാലയിൽ ABVP പ്രതിഷേധ പ്രകടനവും നടത്തി. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ. ഗൗതവും ജനം TVയുമായിരിക്കാം ഒരുപക്ഷെ മലയാളത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്, ആർക്കെതിരെയാണ് അവിടെ ഈ പ്രതിഷേധ പ്രകടനം എന്ന പേരിൽ നടക്കുന്ന കലാപം എന്നുള്ളത്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത്, കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല എന്നുള്ളത്, ആക്രമിക്കപ്പെട്ടത് ഹൈന്ദവ ക്ഷേത്രങ്ങളാണെന്നും ഹിന്ദുക്കളാണെന്നും ബുദ്ധമതക്കാരാണെന്നും ഉള്ള വാർത്ത പുറത്തുവിട്ടതും ധൈര്യമായി പറഞ്ഞതും. ഗൗതം, ഇപ്പോൾ ഇത് പരസ്യമായി ബംഗ്ലാദേശിൽ തന്നെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. ബംഗ്ലാദേശിൽ മാത്രമല്ല, ഭാരതത്തിൽ ഒട്ടാകെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നിരുന്നു, ഓരോ താലൂക്കിലും നടന്നിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ബാനറിൽ അവരുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ലോകമെമ്പാടും UK നടക്കുന്നുണ്ട്. US ന്യൂയോർക്കിൽ UN ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ, ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. അങ്ങനെ ഹൈന്ദവർ ശബ്ദിക്കുകയാണ്. പല രാഷ്ട്രീയ നേതാക്കളും ശബ്ദിക്കാൻ മടിക്കുന്നിടത്ത് പല മാധ്യമങ്ങളും മൗനം പാലിക്കുകയോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യം വിളിച്ചു പറയാതെ ഇരിക്കുന്നിടത്ത് ഹൈന്ദവ സമൂഹം ഇറങ്ങിയിരിക്കുകയാണ് പരസ്യമായ പ്രതിഷേധ പ്രകടനമായി. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഗൗതം? നമസ്തേ. പ്രദീപിള്ള നമസ്തേ. എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ സംഭവിക്കുന്നു. വലിയ പടുകൂറ്റൻ പ്രകടനം ഇന്നലെ അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ തലസ്ഥാനമായ ധാക്കയിലും മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായ ചിറ്റഗോങ്ങിലും ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഹിന്ദുക്കളുടെ പ്രകടനങ്ങൾ നടക്കുന്നു. ആ പ്രകടനത്തിൽ മറ്റ് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ബുദ്ധമത വിശ്വാസികളും ജൈനന്മാരും ക്രൈസ്തവരും ഒക്കെ അതിൽ അണിചേരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഇത്തരം ഒരു ആത്മവിശ്വാസം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകിയത് തീർച്ചയായും ഭാരതത്തിൽ നടന്നിട്ടുള്ള അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചില നീക്കങ്ങളാണ്. അതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർക്കാരിവാഹായ ദത്താത്രേയ ഹൊസബളെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപം, ആ കലാപത്തിൽ കൃത്യമായ ഇടപെടൽ ഭാരത സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നതായിരുന്നു RSS സർക്കാരിവാഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങളുണ്ട്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ പീഡനങ്ങൾ നടക്കുന്നു. അവിടെയെല്ലാം ഇടപെടേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഹിന്ദു രാഷ്ട്രമായ ഭാരതത്തിനാണ് എന്ന സന്ദേശമാണ് RSS നൽകിയത്. ഒപ്പം സംഘപരിവാർ സംഘടനകൾ, മറ്റ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്തും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. തീർച്ചയായും ഇതിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ ഒരു വലിയ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന സന്ദേശം നമ്മൾ ഇവിടുന്ന് നൽകുന്നു. ഒപ്പം കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കിഴക്കൻ BSFന്റെ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും ഈ ഒരു ആത്മവിശ്വാസം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. കാരണം ഭാരതം തങ്ങൾക്കൊപ്പമുണ്ട്, ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം ബംഗ്ലാദേശിന്റെ മണ്ണിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള പടുകൂറ്റൻ പ്രകടനം ധാക്കയിലും അതോടൊപ്പം തന്നെ ചിറ്റഗോങ്ങും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഒപ്പം ബംഗ്ലാദേശിന്റെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ഹൈന്ദവർ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കലാപകാരികൾക്കുള്ള ശക്തമായ താക്കീതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഒപ്പം മറ്റ് പൊതുപരിപാടികൾ, അതായത് ഈ സാംസ്കാരിക നായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള മറ്റു പരിപാടികളും ബംഗ്ലാദേശിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ അതുതന്നെയാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് ഈ ആത്മവിശ്വാസം നൽകിയത് എന്ന് വേണം അനുമാനിക്കാൻ. പ്രദീപ് പിള്ള.
ഗൗതം, 2-3 കാര്യങ്ങൾ കൂടി. ഒന്ന്, സർക്കാർ ഭാഗത്തു നിന്ന്, ഭാരത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ പുതിയ നിർദ്ദേശം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? 2, ഈ കിഴക്കൻ മേഖലയിൽ, അതായത് BSFന്റെ കിഴക്കൻ മേഖല കമാൻഡറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക നിരീക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ അവിടെ നിന്ന് സുരക്ഷ കരുതി ജീവൻ കയ്യിൽ പിടിച്ച് ഓടി വരുന്ന, അവർ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന, അല്ല ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ഹൈന്ദവർക്ക് ഭാരതത്തിലേക്ക് കടന്നു വരാൻ അഭയം നൽകാനുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടോ അതിർത്തിയിൽ? മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു ഗൗതം? പ്രദീപിള്ള, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മൗനം നമ്മുടെ രാജ്യത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും നമ്മൾ എടുത്തു കാണേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. പിന്നീട് രാഷ്ട്ര വിഭജനത്തിൻ്റെ നാളുകളിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1947 നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം നമ്മളിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു രാജ്യമായതാണ് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും എല്ലാം എന്നത് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. അങ്ങനെയുള്ള നമ്മുടെ തൊട്ട അയൽ രാജ്യമായ, അല്ലെങ്കിൽ 1947 മുൻപ് നമ്മുടെ തന്നെ ഭാഗമായിരുന്നു, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്താണ് ഇത്ര വലിയ കലാപം നടക്കുന്നത്. മാത്രമല്ല അവിടെ ആഭ്യന്തര കലാപം എന്ന പേരിൽ ആദ്യം ആരംഭിക്കുന്ന സംഘർഷം പിന്നീട് അവിടുത്തെ വളരെ ചുരുക്കം ആകുന്ന, അല്ലെങ്കിൽ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയരുന്നു. ഏതാണ്ട് 7.95% ചുരുങ്ങിയിട്ടുള്ള ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ക്ഷേത്രങ്ങൾ നിരവധിയായി അഗ്നിക്കിരയാക്കുകയും സ്ത്രീകളെ കൂട്ടത്തോടെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആകെ മാനസിക ബുദ്ധിമുട്ട് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ പോലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴിച്ചുള്ള, BJPയെ മാറ്റി നിർത്താം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ മൗനം തുടരുന്നു എന്നതാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിക ഭീകരവാദത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള മൗനം അവിടെ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഇത്ര വലിയ കലാപം ഈ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ, അവിടെ ഹിന്ദു വംശഹത്യ നടക്കുന്ന ഘട്ടത്തിൽ ആനി രാജയെ പോലെയുള്ള നേതാക്കൾ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം ഡൽഹിയിൽ നടത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, പാലസ്തീൻ വിഷയം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ നിരവധി ബഹളവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിൽ നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രയേലിനെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് അവിടെ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങൾ ഇടത് സംഘടനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെല്ലാ കാലത്തും പാലസ്തീൻ അനുകൂല സ്വഭാവം മുന്നോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ ബംഗ്ലാദേശിൽ ഇത്ര വലിയ കലാപം നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുമ്പോൾ, ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ അതേപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാത്ത ഇടത് നേതാക്കളാണ് ഡൽഹിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുകയും അത് പോലീസ് പിന്നീട് ഈ ഭീകര സംഘടനയെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ ശ്രമിച്ചതിന് CPI നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്ത ആനി രാജ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇടത് സംഘടനകളോ അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം ഭാരതത്തിൽ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, മുൻ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള സൽമാൻ ഖുർഷിദ്, അതോടൊപ്പം തന്നെ മണിശങ്കർ അയ്യർ, ഈ 2 നേതാക്കളുടെ പ്രസ്താവന ബംഗ്ലാദേശിന് സമാനമായ ആഭ്യന്തര സംഘർഷം ഇന്ത്യയിൽ ഉണ്ടാകണം, അതിന് തക്ക സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്ന പ്രതികരണം നടത്തുകയാണ്. മറിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യയെ പറ്റിയോ അവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റു മതന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ, ബുദ്ധമത വിശ്വാസികൾ, സിഖുകാർ, അവരുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന കുറവ്, ആ ജനസംഖ്യ കുറഞ്ഞു വരുന്നത്, ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഒരു പരാമർശവും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. മറിച്ച് അവിടെ നടക്കുന്ന പോലെയുള്ള കലാപം ഇന്ത്യയിൽ കൂടി നടത്തണം എന്ന ആഹ്വാനം കൂടിയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അനു ഇപ്പൊ ഗൗതം പറഞ്ഞത്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഈ വേളയിൽ ബംഗ്ലാദേശ് കത്തുമ്പോൾ, ക്ഷേത്രങ്ങൾ കത്തുമ്പോൾ, അവിടുത്തെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തുക, അവിടെ ഒരു വിദേശിയെ കൊണ്ടുവന്ന് അതിൽ പങ്കെടുപ്പിക്കുക, എന്ത് സന്ദേശമാണ് നൽകുന്നത്? 1. 2, ഗൗതം, റഫായെ ചൊല്ലി കരഞ്ഞവരൊക്കെ എവിടെ?
റഫായിലേക്ക് ഹൃദയം കൊടുത്തു വിട്ടവർ എവിടെ? റഫായെ ചൊല്ലി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോരയും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരും ഒലിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചവരൊക്കെ എവിടെ? ധാക്കയെ ചൊല്ലി ഇല്ലേ അവർക്ക് ഈ വികാരം? ധാക്കയെ ചൊല്ലി ഇവരുടെ ഒന്നും ഹൃദയം വിങ്ങുന്നില്ലേ? ധാക്കയെ ചൊല്ലി ഇതെല്ലാം ഭാരതീയർ തന്നെ ആയിരുന്നില്ലേ? ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് മുമ്പ് ഇതാ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അധികാര സ്ഥാനത്ത് എത്താൻ വേണ്ടി വെട്ടിമുറിച്ചതല്ലേ? അതിനു മുമ്പ് ഇതൊക്കെ ഭാരതം തന്നെ ആയിരുന്നില്ലേ? ഭാരതീയർ തന്നെയല്ലേ അവിടെ പെട്ടുപോയവരും? ആരുടെയും ഹൃദയം വിങ്ങുന്നില്ല ഇല്ലേ ഗൗതം? പ്രദീപിൽ അത് തന്നെയാണ്. അതായത് നമുക്കറിയാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി എവിടെയൊക്കെ അവർക്ക് സംഘടനാ സംവിധാനമുണ്ടോ ആ രാജ്യത്തെല്ലാം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി ഈ രാഷ്ട്ര വിഭജനത്തിന് ശേഷം പിന്നീട് വളരെ സജീവമായിരുന്നത് പാകിസ്ഥാനിലാണ്. ആ പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല അഹമ്മദിയ മുസ്ലിങ്ങളെ പോലും കൊലപ്പെടുത്തുന്നതിൽ ഏറ്റവും ഒടുവിൽ തീവ്ര മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ മൗദൂദിക്ക് വധശിക്ഷ നൽകുന്നത്, ആ വധശിക്ഷ പിന്നീട് നടപ്പാക്കിയില്ല. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ കോടതി ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിക്ക് വധശിക്ഷ നൽകുന്നത് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന അഹമ്മദിയകളെ അതിക്രൂരമായി ലാഹോറിൽ കൊലപ്പെടുത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതാവിനാണ് ഒരു മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ വധശിക്ഷ ആദ്യഘട്ടത്തിൽ വിധിക്കുന്നത്. അപ്പോൾ ഈ സംഘടന എത്രത്തോളം വിഷം വിതയ്ക്കുന്ന സംഘടനയാണ്, എത്രത്തോളം ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ പോലും മൗദൂദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ വധശിക്ഷ ഏർപ്പെടുത്തുന്നു. അതേപോലെ ഒരു മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അവിടെ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് മുൻപ് ജമ്മു കശ്മീരിന്റെ മണ്ണിൽ മോദി സർക്കാർ അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എങ്ങനെയാണ് എന്നത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യണം. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മികച്ച സംഘടന എന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഇടത് നേതാക്കളും കൈകാര്യം ചെയ്യുന്നു. പല ഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസും CPM-ഉം അടങ്ങുന്ന സംഘടനകൾ കേരളത്തിൽ മറ്റൊരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഗൗതം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പലയിടത്തും നിരോധിക്കപ്പെടുമ്പോൾ കേരളത്തിന് അതിന് നൽകുന്ന സ്വീകാര്യത അത് എന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായും തുറന്ന ചർച്ചകൾക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും വളരെയധികം നന്ദി ഗൗതം. തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുകയാണ്. ചില കമന്റ്സ് വീണ്ടും, അതായത് ഞാൻ മറന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് ബാബു ചെട്ടി തോന്നിപ്പിക്കുന്നു. CPK കണ്ടു, എല്ലാവരെയും കണ്ടു. പിന്നെ ഒറ്റയടിക്ക് ഇത്രയും പേരുകൾ കാണാതെ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വിമർശനം വന്നു, പരാതി വന്നു, ഞങ്ങളുടെയൊക്കെ പേരുകൾ ഓർമ്മയുണ്ടോ എന്നുള്ളത്. എന്തായാലും എല്ലാ കമന്റുകളും വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാർത്തകൾക്ക് സമയം കുറയും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ വേഗം ഓടിപ്പോകുന്നത്. ഇനി ഒരല്പം കായിക വാർത്തകൾ, പ്രത്യേകിച്ച് പാരീസിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇന്ന് കൊടിയിറക്കാം. തീർച്ചയായും കൊടിയിറക്കമാണ് പാരീസിൽ ഒളിമ്പിക്സിന്. ഇന്ന് തിരശ്ശീല വീഴുകയാണ് പാരീസ് ഒളിമ്പിക്സിന്. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയായിരിക്കും ഈ സമാപനം ഉണ്ടാവുക. ഒളിമ്പിക്സിൻ്റെ അത്ലറ്റ് പരേഡും അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് അധികാരികൾക്ക് ഒളിമ്പിക്സ് പതാകയുടെ കൈമാറ്റവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വെങ്കല മെഡലുകൾ നേടിയ മനു ഭാക്കറും PR ശ്രീജേഷുമാണ് സമാപന ചടങ്ങിൽ ഭാരതത്തിൻ്റെ പതാക ഏന്തുക. അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു. 6 മെഡലുകൾ ഇതുവരെ സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1 വെള്ളിയും 5 വെങ്കലവും അടക്കമുള്ളവ. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് വെള്ളി മെഡൽ നേടുമോ എന്നറിയാൻ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. ചൊവ്വാഴ്ച രാത്രി 9:30 മുമ്പാകും ലോക കായിക തർക്കപരിഹാര കോടതി വിധി പറയുക. 7-ാം തീയതി ഗുസ്തി ഫൈനലിന് മുമ്പായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിലാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് തന്നെ അയോഗ്യയാക്കപ്പെട്ടത്. തുടർന്ന് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കോടതിയിൽ അപ്പീൽ നൽകിയത്. മറ്റു കായിക വിശേഷങ്ങൾ കൂടി പരിശോധിക്കാം. ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ വിജയം. CASFനെ എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. ആദ്യ പകുതി തന്നെ ബ്ലാസ്റ്റേഴ്സ് 6 ഗോളുകൾക്ക് മുന്നിൽ
എത്തിയിരുന്നു. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ എതിരില്ലാത്ത 8 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരുന്നത്. 9ാമത് കേരള ഹോക്കി ജൂനിയർ ആൺകുട്ടികളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയും പാലക്കാട് ജില്ലയും ഫൈനലിൽ. ഇന്ന് നടക്കുന്ന 3ാം സ്ഥാനക്കാർക്കായിട്ടുള്ള മത്സരത്തിൽ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയെ നേരിടും. അങ്ങനെ കാത്തിരുന്ന മറ്റൊരു സെഗ്മെന്റിലേക്ക് കൂടി എത്തുന്നു സോഷ്യൽ സ്കൂപ്പ്. അപ്പോൾ പറയാറുള്ളത് പോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എക്സ് അടക്കം പ്രധാനമായും എക്സിനെ അല്ലെങ്കിൽ പഴയ ട്വിറ്ററിനെ ആശ്രയിക്കുന്നതിന് കാരണം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ, രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഒക്കെ വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള, ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്ന വലിയൊരു സംഘം ട്വീപ്പുകളുടെ ഒരു കേന്ദ്രമാണ് എക്സ്. അതുകൊണ്ട് തന്നെ എക്സിനെയാണ് കൂടുതൽ ആശ്രയിക്കുക. പലപ്പോഴും ഫേസ്ബുക്കും ഇൻസ്റ്റയും. സോഷ്യൽ സ്കൂപ്പ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എഡിറ്റർ സായി അവിടെ നിന്ന് രാവിലെ പറഞ്ഞത് കൂട്ടിലടച്ച കിളിയുടെ സെഗ്മെന്റ് എപ്പോഴാണെന്ന്. എന്നാലും നമുക്കത് നോക്കി തുടങ്ങാം അല്ലേ? ആദ്യത്തേത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? ടൈംസ് ആൾജിബ്രയുടെ Anti-India Hindenburg again comes up with a propaganda report targeting Adani എന്നതാണ്. അത് നമുക്കറിയാം, മുൻ സിബി ചെയർമാനും ഒക്കെ എതിരായിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ ഈ റിപ്പോർട്ട്, ഈ ആരോപണം അവർ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ സുപ്രീം കോടതിയെയും സൈന്യത്തെയും പാർലമെന്റിനെയും ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ ലക്ഷ്യമിടാം എന്ന് പറയുന്നുണ്ട് ടൈംസ് അൽജിബ്രയുടെ എക്സ് പോസ്റ്റിൽ. സെബി ചെയർമാന്റെ വിശ്വാസ്യത തകർക്കുക, അപ്പോൾ അന്വേഷണം നടന്നു കഴിയുമ്പോൾ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ല എന്ന് സ്ഥാപിക്കുക, അതിന് മുൻകൂട്ടി ചെയ്തിരിക്കുന്ന സംഗതിയാണ്. ഗൂഢാലോചനയുണ്ട്, രാജ്യാന്തര ഗൂഢാലോചനയുണ്ട് എന്ന് ആവർത്തിച്ച് പല നേതാക്കളും പറയുമ്പോൾ അത് പുച്ഛിച്ചു തള്ളിയിരുന്നു. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടാനാണെന്ന് ദിവസം പ്രതി കടന്നു വരുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന തെളിവുകളാണിത്, ചിത്രങ്ങൾ സഹിതം. നമുക്ക് അടുത്തത് കാണാം. പ്രതിഷേധ പ്രകടനമാണ്. ബംഗ്ലാദേശിൽ. അതെ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഉള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെമ്പിൾസ് എന്ന സ്ലോഗൻ ഉയർത്തിയ ബാൻഡറോട് കൂടിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. നമ്മൾ നേരത്തെ വാർത്തകളിൽ പറഞ്ഞിരുന്നു, ഗൗതം പറഞ്ഞിരുന്നു, കാരണം ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയ കഥ, ധാക്ക അടക്കമുള്ള നഗരങ്ങളിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ. ഇത് UK-യിൽ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ, ഹൗസ് ഓഫ് കോമൺസിനും ഹൗസ് ഓഫ് ലോർഡ്സിനും മുന്നിൽ വലിയൊരു സംഘം കൂട്ടുചേർന്ന് ഒത്തൊരുമിച്ച് ബംഗ്ലാദേശിനു വേണ്ടി, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങളാണ്. ANIയുടെ എക്സ് പോസ്റ്റ് ആണ് വീഡിയോ സഹിതമുള്ളത്. സമാനമായി മറ്റിടങ്ങളിലും ഉണ്ട് എന്നതുകൂടി ഓർക്കുക. അടുത്തത് ചെറായിലെ വഖഫ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ബില്ല്. ആ പ്രദേശത്തെ പാർലമെന്റ് MP അതിനെതിരെ അടിയന്തര പ്രമേയവുമായി രംഗത്ത് വരിക. പ്രദേശവാസികളോടുള്ള എത്ര വലിയ ചതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹൈബി ഈഡന്റെ ചിത്രമാണ്. ഹൈബി ഈഡൻ നേരത്തെ ഇത് പഴയൊരു പ്രതികരണമാണ്. ചെറായിലേക്ക് അദ്ദേഹം എത്തി പഴയൊരു പ്രതികരണം നടത്തിയതാണ്. ഓഡിയോ ഇല്ല. എന്തായാലും ഈ വിഷയം നമ്മൾ ഇന്ന് വാർത്തയാക്കുന്നുണ്ട്. ഇത് അന്ന് തന്നെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും അവിടേക്ക് പോവുകയാണ്. ഒന്നിലധികം ഇടങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഈ വഖഫ് നിയമം, നിലവിലുള്ള വഖഫ് നിയമം ദുരുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ സാധ്യതകൾ ഉപയോഗിച്ച് ശരിക്കും ലാൻഡ് ഗ്രാബിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി പിടിച്ചെടുക്കുകയാണ്, ഭൂമി കൈയടക്കുകയാണ്, കയ്യേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ പല പ്രേക്ഷകരും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കുകയോ പറഞ്ഞിരുന്നു. പക്ഷേ ചെറായിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കൊച്ചിയിലെ മറ്റിടങ്ങളിലുമുണ്ട്. കാത്തിരിക്കുക, അതിന്റെ വിവരങ്ങൾ, വാർത്തകൾ കൂടി നാളെയും ഒക്കെയായിട്ട്. കേരളത്തിലെ ഈ വഖഫ് നിയമത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവരുണ്ട്, ഇതിനെതിരെ രംഗത്ത് വന്നവരുണ്ട്, അതിരൂക്ഷമായി പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർ കാത്തിരിക്കുക. ഇത് കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് ജനം TV പുറത്തുവിടുന്നുണ്ട്. തിരുച്ചെന്തുറയിൽ നിന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്തയും കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒന്നല്ല 5 ക്ഷേത്രങ്ങൾ, 3 പഞ്ചായത്ത് അടങ്ങുന്ന ഒരു വലിയ ഗ്രാമം മുഴുവൻ
വഖഫ് ബോർഡ് അങ്ങ് തീരുമാനിക്കുന്നു വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന്. അവിടുത്തെ സംസ്ഥാന സർക്കാർ പറയുന്നു ഓക്കെ അങ്ങനെ തന്നെ എന്ന്. കേരളത്തിലെ വഖഫ് കാഴ്ചകളും അതെ, അധികം വൈകാതെ തന്നെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അക്ഷയുടെ എക്സ്പോസ്ഡ് ആണ് ഇത്. ആ പേര് വായിക്കാൻ ഞാൻ ഇത്തിരി പണിപ്പെടുകയായിരുന്നു. ഫോണ്ട് ഒരു പ്രത്യേക രൂപത്തിലാണ്. അക്ഷയ് എക്സ് എന്നാണ്, അക്ഷയ് ബ്ലോഗ്സ്. ശരി, അടുത്ത് നോക്കാം. സണ്ണി കവലക്കാട്ടിന്റെ ബംഗ്ലാദേശിലെ BNPയുടെ താരിഖ് റഹ്മാനിയെ ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധി കണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അട്ടിമറിയും കൂട്ടക്കൊലയുമായി മുന്നോട്ട് പോകാൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശ് ബ്ലിറ്റ്സിന്റെ എഡിറ്ററായ സലാവുദ്ദീൻ ചൗധരിയാണ് ഈ വിവരം പങ്കുവെക്കുന്നത്. ജനാധിപത്യം ഭീഷണിയിലാണ് എന്ന അടിക്കുറിപ്പോടുകൂടി. അത് റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമി നടത്തിയ ചർച്ചയിലാണ് ഈ ആരോപണം ഉയർന്നത്. ആ ഓർമ്മപ്പെടുത്തൽ, ആ വിവരങ്ങൾ കൂടിയാണ് സോഷ്യൽ സ്കൂപ്പിൽ നമ്മൾ കാണിക്കുന്നത്. മറ്റൊന്ന് ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാണ് പറയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ഓൺ രാഹുൽ ഗാന്ധി ബൈ ഷെഹസാദ് on being shown a picture of Modi and Rahul. Comment: real Hindu and real Hindu എന്നാണ് ആ കമന്റ്. ഭിക്കു മാത്രയുടെയാണ്, മുംബൈ ഡോണിന്റെയാണ് ഈ എക്സ്പോസ്റ്റ്. അടുത്ത് നോക്കാം. Just brilliant. സുനന്ദ റോയുടെ എക്സ്പോസ്റ്റ് ആണ്. Why does Rahul Gandhi not address the situation of Hindus in Bangladesh for once? Anurag Thakur exposes the hate of Congress against Hindus. പ്രസക്തമായ ചോദ്യം. നമ്മൾ നേരത്തെ തത്സമയം പറഞ്ഞപ്പോഴും ആവർത്തിച്ചൊരു കാര്യമാണ്. ഗൗതവുമായി നമ്മൾ തത്സമയം നിന്നപ്പോൾ നമ്മൾ ചോദിക്കുകയും പറയും ഇരട്ടത്താപ്പ് നയം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദേഹമാസകലം ഭസ്മവും ചന്ദനവും ഒക്കെ വീശി കാഷായ വേഷം ധരിഞ്ഞ് കുറെ മാലകളൊക്കെ വാരിയിട്ട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി പൂജിക്കുന്നതായി അഭിനയിക്കുന്ന നേതാവിനെ കുറിച്ചാണ് അനുരാഗ് ഠാക്കൂർ ആഞ്ഞടിക്കുന്നത്. എന്തേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി നിങ്ങളുടെ നാവ് പൊന്താത്തത് എന്നുള്ള ചോദ്യമാണ് അനുരാഗ് ഠാക്കൂർ ചോദിച്ചത്. മറ്റൊന്ന് ANAയുടെ എക്സ്പോസ്റ്റ് ആണ്. നമ്മൾ ആദ്യം കണ്ട വീഡിയോയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ കണ്ടതാണ്. ഇൻകോശി ആൾക്കാരെ കണ്ടാൽ കടക്കുപുറത്ത് എന്നൊക്കെ പറയുന്നവർക്ക് കുട്ടികളോട് ഇങ്ങനെ സ്നേഹം കാണിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒന്നും കഴിയില്ല. ഞാൻ കൂടെയുണ്ട് എന്നൊരു മെസ്സേജാണ് ഇന്ന് മോദി നൽകിയത്. തുടക്കത്തിൽ നമ്മൾ പലവട്ടം പറഞ്ഞ ചിത്രങ്ങളിൽ ഒന്ന് നോക്കൂ, കുട്ടി ചേർത്ത് പിടിച്ചിരിക്കുന്ന സന്തോഷം നൽകുന്ന ഒരു ചിത്രമായി ഇതിനെ വിലയിരുത്താം. എല്ലാവരും ഒന്നടങ്കം റീപോസ്റ്റ് ചെയ്ത റീട്വീറ്റ് ചെയ്ത ഒരു ചിത്രം കൂടിയായി ഇന്നലെ ഇത്. ഒറ്റ ചിത്രം, അടിക്കുറിപ്പ് വേണ്ടാത്തൊരു ചിത്രം, വിശേഷണം വേണ്ടാത്തൊരു ചിത്രം, കമന്റുകൾ വേണ്ടാത്തൊരു ചിത്രം. എബിൻ റഹീമിന്റെ പോസ്റ്റാണ്. റിയലും ഫോട്ടോഷൂട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത്രയും റിയൽ ആയ ഒരു ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എന്തു തന്നെ ആയാലും ഇന്ന് വയനാട്ടിലെത്തിയ നരേന്ദ്രമോദി ഒരു റിയൽ സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന് തന്നെ തോന്നിപ്പിച്ചു. ഒരു പ്രധാനമന്ത്രി ഇത്രയും മണിക്കൂറുകൾ ഒരു ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ചു എന്നത് ഏറ്റവും മാതൃകാപരമായ നടപടിയാണ്. മേപ്പാടി ദുരന്തത്തിൽ ഉമ്മയൊഴികെ മറ്റെല്ലാവരെയും നഷ്ടപ്പെട്ട, മരണത്തെ അതിജീവിച്ച 3 വയസ്സുകാരി നൈസയെ ചേർത്ത് പിടിക്കുന്ന ആ ചിത്രം പങ്കുവച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. എബിൻ എന്ന ട്വിറ്റർ എബിൻ റഹീം. എബിൻ റഹീം. ഇത് നേരത്തെ ഇതിന്റെ തന്നെ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അക്ഷയ് എക്സിന്റെ എക്സ്പോസ്റ്റ് ആണ്. കാര്യമാണ്. ഹിന്ദു വോയിസ്. Hindu minorities of Bangladesh are rising against the Islamic atrocities. Protest in Kulgam district. Keep fighting to live with dignity. നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്, പല ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു എന്നുള്ളതാണ്. RBI's balance sheet is 2.5 times the size of Pakistan's GDP. പാകിസ്ഥാന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെക്കാളും 2.5 ഇരട്ടി വലുതാണ് ഭാരതത്തിന്റെ RBIയുടെ ബാലൻസ്. ആ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ നില ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടും വളരുകയാണ്. 3ാം ലോക വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഓരോ ദിവസം വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളെ കൂടി വിലയിരുത്താം. അതിവേഗത്തിൽ കുതിക്കുകയാണ് ഭാരതത്തിന്റെ സാമ്പത്തിക നില, അതിവേഗത്തിൽ കൂപ്പുകുത്തുകയാണ്. നമുക്ക് സന്തോഷിക്കാൻ വകയില്ല. പക്ഷെ സ്വയം കുഴിച്ച കുഴിയിൽ അവരിങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും യാഥാർത്ഥ്യം കാണാതെ സ്വന്തം ജനതയെ പോലും മറന്ന് മത്സരിച്ച് സൈനിക നേതൃത്വവും ഭരണ നേതൃത്വവും മറ്റിടങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം നാടും
നാട്ടുകാരും ഏത് ഒരുപക്ഷെ അവസ്ഥയിലാണെന്നുള്ളതാണ്. നമ്മൾ ബംഗ്ലാദേശിനെ ഓർത്ത് പേടിക്കേണ്ടതും ഈ ഒരു കാര്യത്തിലാണ്. അവിടെയും സമ്പദ് വ്യവസ്ഥ ഇനി എപ്രകാരം പോകുമെന്നാണ്. കാരണം ദിവസങ്ങൾ നീണ്ട, ഒരുപക്ഷെ മാസങ്ങൾ നീണ്ട പ്രക്ഷോഭം എന്ന് പറയേണ്ടി വരും. ആഭ്യന്തര കലാപത്തിനൊടുവിൽ ബംഗ്ലാദേശിലും സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊരു വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ അയൽരാജ്യങ്ങളുടെ അവസ്ഥയാണെന്ന് ഓർക്കുക. ഇത് എന്തായാലും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചിത്രങ്ങൾക്ക് അജിത് ഭാസ്കർ ഓഡിയോ ഇല്ല, പിന്നെ ഈ മോന്തോ കാണിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും അങ്ങനെ തന്നെ കാണിക്കാൻ നമുക്ക് ചില കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുണ്ട്, അതുകൂടി മനസ്സിലാക്കുക. എന്തായാലും വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും സത്യസന്ധമായ വാർത്ത ജനങ്ങളിൽ എത്തിച്ച ജനം TV റിപ്പോർട്ടർമാർക്ക് ബിഗ് സല്യൂട്ട്. സോഷ്യൽ സ്കൂപ്പിന്റെ ഈ ഒരു വേളയിൽ തന്നെയാണ് അതേക്കുറിച്ച് വന്ന കമന്റിന് കൂടി ഞാൻ മറുപടി പറയുന്നത്. സോഷ്യൽ സ്കൂപ്പ് കഴിഞ്ഞു, ഏതാനും കമന്റുകൾ പെട്ടെന്നൊന്ന് നോക്കി വരാം. ദിനേശിൻ്റെയാണ് ഈ കമന്റ്. ദുരന്തഭൂമിയിൽ നിന്ന് സത്യസന്ധമായ വാർത്ത ജനങ്ങളിൽ എത്തിച്ച് ജനം TV റിപ്പോർട്ടർമാർക്ക് ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കുവെച്ചൊരു വികാരമാണ്. നേരത്തെ പറഞ്ഞ സൈനികരോടൊപ്പം തന്നെ നിന്ന് ആ മണ്ണിൽ നിന്ന്, ആ ദുരന്തഭൂമിയിൽ നിന്ന് രാവും പകലുമില്ലാതെ പലപ്പോഴും സമയത്ത് ഭക്ഷണം കിട്ടാതെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർക്ക് പ്രേക്ഷകരുടെ പേരിൽ ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്. നമ്മളത് തീർച്ചയായും ഓരോരുത്തരായിട്ടും അറിയിക്കാം. കാരണം നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് ഷാനിൽ നമ്പ്യാർ, അതോടൊപ്പം അരുൺ കൊടുങ്ങൂർ, മനോജ്, വി സോണൽ കൃഷ്ണ, അർജുൻ എന്നിവരാണ്. തീർച്ചയായും അത് മാത്രമല്ല, റിപ്പോർട്ടേഴ്സിനെ മാത്രം പറഞ്ഞാൽ പോരാ, അവർക്ക് കൂട്ടായിട്ട് നിന്ന ടെക്നിക്കൽ ക്യാമറ ടീം, ഓരോരോ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ പകർത്തിയ ചിത്രങ്ങൾ, വീഡിയോകൾ അത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര അടുത്ത് നിന്ന് പോലും, കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രധാനമന്ത്രി വന്ന വേളയിൽ പോലും എത്ര മനോഹരമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അവർക്ക് പകർത്താനായി, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എന്നത് കൂടിയാണ്. ആ ടീമിന് ഒന്നാകെ ഞങ്ങളുടെ നന്ദി. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് എങ്കിൽ കൂടി. ഇനിയൊരു നാട്ടിലെ ചെറിയൊരു വന്യതയുടെ വാർത്തയാണെന്ന് തോന്നുന്നു അല്ലേ? നിഷയുടെ ആലപ്പുഴയിൽ നിന്ന്. കാടില്ലാത്ത ആലപ്പുഴയിൽ മൃഗങ്ങളുടെ ശല്യമില്ലെങ്കിലും പാമ്പുകൾ ധാരാളമുണ്ട്. എന്നാൽ ഇനി ആലപ്പുഴക്കാർക്ക് പാമ്പിനെ കണ്ടാൽ പേടി വേണ്ട, പിടികൂടാൻ ആൾ റെഡിയാണ്. പാമ്പിനെ കണ്ടാൽ അറിയിച്ചാൽ മാത്രം മതി. പാമ്പുകളെ പിടികൂടാൻ ജില്ലയിൽ 16 പേർക്ക് കൂടി വനം വകുപ്പ് പരിശീലനം നൽകിയിട്ടുമുണ്ട്. പാമ്പിനെ എങ്ങനെ ശാസ്ത്രീയമായി പിടിക്കാം, പിടിച്ചു കഴിഞ്ഞാൽ ഇവയെ എന്ത് ചെയ്യണം, ഇതായിരുന്നു പരിശീലനത്തിൽ പ്രധാനപ്പെട്ടത്. 3 വർഷത്തിലധികമായി പാമ്പിനെ പിടിക്കാൻ വനം വകുപ്പ് പരിശീലനം നൽകുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പം പാമ്പുകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണിത്. ക്ലാസ് വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ സെം 2 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്നേക്സിനെ പറ്റിയൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ ഒന്ന് ക്ലാസ് കേൾക്കുമ്പം കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ഒരു രീതി, അത് പറഞ്ഞു തരുന്ന അൻവർ സാറ്, പിന്നെ ഇവരുടെയൊക്കെ ഒരു പറഞ്ഞു തരുന്ന വാക്കുകൾ, അതുപോലെ തന്നെ ആ വിഷ്വല് കാണിച്ചിട്ട് എങ്ങനെയാണ് മനസ്സിൽ തന്നെ നമ്മളൊരു ട്രെയിൻഡായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഭയങ്കര റെസ്പെക്റ്റോട് തന്നെ അത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രിസിസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സംസ്ഥാനത്തൊട്ടാകെ 1500ഓളം പേർക്കാണ് പാമ്പ് പിടുത്തത്തിൽ വനം വകുപ്പ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. ഇവർ നാട്ടിൽ നിന്ന് പ്രതിവർഷം 12,000-ലധികം പാമ്പുകളെ പിടികൂടുന്നുമുണ്ട്. പരിശീലനം നേടാൻ ആഗ്രഹമുള്ളവർ വനം വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ ഓഫീസിൽ അപേക്ഷ നൽകണം. അല്ലെങ്കിൽ സർപ്പ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. നാട്ടിലെ പാമ്പ് പിടുത്തക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറും സർപ്പ ആപ്പിൽ ലഭ്യമാണ്. ഇനി എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ ആരും തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട. സർപ്പ ആപ്പിൽ നിന്നും പാമ്പ് പിടുത്തക്കാരുടെ നമ്പർ എടുക്കുക, വിളിക്കുക. ജനം, ആലപ്പുഴ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് 9 മണി വാർത്തയിൽ വിശദമായി ഉണ്ടാവും. മുൻ വിദേശമന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു. മാത്രമല്ല ഈ FS കാരനാണ്,
പാകിസ്ഥാന്റെ മുൻ ഇന്ത്യൻ അംബാസിഡർ കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർത്തെടുക്കേണ്ടതുണ്ട്. വാർത്തയും വിവാദങ്ങളും ഒട്ടേറെയുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ വാർത്തയും ഒക്കെ ഈ 9 മണി ബ്രേക്കിംഗ് അവേഴ്സിൽ കാണാം. ഇനിയൊരു അഞ്ചലോട്ട വിശേഷമാണ്. അഞ്ചലോട്ടക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമോ എന്നറിയില്ല. അഞ്ചലാപ്പീസ്, അഞ്ചലോട്ടക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാൻ പോലും അപ്രസക്തമായി കഴിയുന്ന, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ അപ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. പോസ്റ്റ് ഓഫീസ് പോലും മറ്റ് മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. മാത്രമല്ല ഈ സമാനമായി പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചില ആഴ്ചപ്പതിപ്പുകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഒരു പതിപ്പ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പതിപ്പിൽ മുഖചിത്രവും പ്രധാന ലേഖനവും അലക്കുകാരെക്കുറിച്ചായിരുന്നു. വളരെ ശ്രദ്ധേയമായി തോന്നി. കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ തലമുറ വളർന്നു വന്നപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരികയും അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അന്യം നിന്ന് പോവുകയും അല്ലെങ്കിൽ അവർക്ക് തീരെ അറിയാത്തതുമായ കുറേ വിഭാഗങ്ങളുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കാരണം ധോബി തലാവ് ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട്. പേര് തന്നെ അങ്ങനെയാണ്, ധോബിയുടെ കുളം എന്നുള്ള മട്ടില് തലാബാണെന്ന് തോന്നുന്നു. ഹിന്ദി തെറ്റെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും അഞ്ചലോട്ടക്കാരും അഞ്ചലാപ്പീസുകളും എല്ലാം പഴമയുടെ ഓർമ്മകൾ മാത്രമായി മാറിയ കാലമാണ്. പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത ചരിത്രത്തിന്റെ ബാക്കി പത്രമായി നെയ്യാറ്റിൻകരയിൽ ഒരു അഞ്ചൽ പെട്ടി അവശേഷിക്കുന്നുണ്ട്. 1951 ഇന്ത്യൻ തപാൽ വകുപ്പ് നിലവിൽ വന്നതോടെയാണ് അഞ്ചലോട്ടക്കാരനും അഞ്ചലാപ്പീസുകളും അഞ്ചൽ പെട്ടികളുമെല്ലാം ഗതികാല സ്മരണയിലായത്. പഴയകാല തിരുവിതാംകൂറിലും കൊച്ചി രാജ്യത്തുമൊക്കെ ഇന്നും അവശേഷിക്കുന്ന വിരലിലെണ്ണാവുന്ന അഞ്ചൽ പെട്ടികളിൽ ആ പഴയകാലത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു. അത്തരമൊന്ന് നെയ്യാറ്റിൻകരയിലുമുണ്ട്. ഇറ്റലിയിൽ നിർമ്മിതമായ പെട്ടിയിൽ അഞ്ചൽ ട്രാവൻകൂർ എന്ന ഇംഗ്ലീഷിലും അഞ്ചലൊന്ന മലയാളത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 അടിയോളം ഉയരമുള്ള ഉരുക്കിൽ തീർത്ത പെട്ടിക്ക് മുകളിലായി തിരുവിതാംകൂറിന്റെ രാജ്യമുദ്രയായ ശംഖുമുദ്രയും കാണാം. വളരെ വിരളമായി മാത്രമേ കേരളത്തിൽ ഇത്തരം തപാൽ പെട്ടികളെ കാണാൻ കഴിയൂ. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു കൗതുക വസ്തുവായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പഴയ തപാൽ പെട്ടികൾ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുക്കണം എന്നാണ് വളരെ വിനയപുരസരം എനിക്ക് അപേക്ഷിക്കാറുള്ളത്. തിരുവിതാംകൂറിന്റെ പൈതൃകം പേറുന്ന അഞ്ചൽ പെട്ടിയുടെ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ തപാൽ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള അഞ്ചൽ പെട്ടിയുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിലെ അങ്ങനെ ഒരു അഞ്ചൽ പെട്ടിയുടെ വിശേഷം. അതെ, അതൊരു ചരിത്രം കൂടിയാണ് അല്ലേ. ധാരാളം കമന്റ്സ് ഇതേക്കുറിച്ച് വരുന്നുണ്ട്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് പലർക്കും. പിന്തുണയുമായി ബിജു ശ്രുതി ശിവൻപിള്ള വന്നിട്ടുണ്ട്. രവീന്ദ്രൻ എസ് പറയുന്നുണ്ട് ചെറായിയിൽ വിഴുങ്ങാൻ ഒരു ശ്രമം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച വാർത്തകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെയും ജനം ടി വി തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ റാപ്പിഡ് ന്യൂസിന് അജിത് ഭാസ്കറിൻ്റെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇത് വാർത്തകൾ കുറവാണെന്നൊരു പരാതി ഇടയ്ക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയത്. പറഞ്ഞിരുന്നല്ലോ, പ്രേക്ഷകരുടെ അഭിപ്രായം പരിഗണിച്ച് പ്രേക്ഷകർക്ക് വേണ്ടത് നൽകുക എന്നുള്ളതിന് തന്നെയാണ് മുൻഗണനയും പരിഗണനയും പ്രാധാന്യവും ഒക്കെ. അങ്ങനെയാണ് 7:30-ക്കും 8:30-ക്കും 15 മിനിറ്റ് വീതം റാപ്പിഡ് ന്യൂസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുവരെ വന്ന ഒരു വാർത്തയും മിസ്സാവുന്നുമില്ല. പുലരിയിലെ വൈവിധ്യമാർന്ന വിഭവങ്ങൾക്കൊരു കുറവും വരുന്നും ഇല്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. കൊച്ചിയിൽ നിന്ന് താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നൃത്തശില്പശാലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ നിർവഹിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശില്പശാലയ്ക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്.
ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ആദ്യമായാണ് താരസംഘടനയായ അമ്മ നൃത്തശില്പശാല സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം നൃത്ത കലാകാരന്മാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കലാകാരന്മാർക്ക് കൂടുതൽ ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശില്പശാല സംഘടനയുടെ പൊതുജനക്ഷേമ പദ്ധതികളുടെ തുടക്കം മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു ആശയം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല. 2 ദിവസമായി ഒരുക്കിയിരിക്കുന്ന ക്ലാസുകൾക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ജനം, കൊച്ചി. ഇനി റിപ്പോർട്ടർമാരുടെ സമയമാണ്. ന്യൂസ് അജണ്ടയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നേരത്തെ പല തുടരെ വയനാട്ടിലെ റിപ്പോർട്ട് ഇങ്ങനെ അഭിനന്ദന പ്രവാഹമാണ്. കാരണം അവിടുത്തെ കാലത്തെയും കാലാവസ്ഥയും അവിടുത്തെ ദുരന്തമുഖത്തെയും കണ്ണീരിനെയും നിലവിളിയെയും ഒക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ നടുവിൽ നിന്ന് ഊണുമുറക്കവും പലപ്പോഴും ഇല്ലാതെ പകലില്ലാതെ രാത്രി പോയി മനോജൊക്കെ രാവിലെ വന്ന് ലൈവ് നിൽക്കി കാണുമ്പോൾ ഉറങ്ങിയില്ല എന്നുള്ള മട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ 1-2 പേരുകൾ വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരിൽ മിഥുൻ മുരളിയും ഐസൻ ജോസും ഉണ്ട്. മിഥുൻ മുരളി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഐസൻ ജോസ് ആണെങ്കിൽ ഇവിടെ വിദഗ്ധ സംഘം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വിദഗ്ധ സംഘം വയനാട്ടിലെത്തിയപ്പോൾ അവർക്കൊപ്പം ചേരുകയും തുടരെ അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ റിപ്പോർട്ട്, അവരുടെ പഠന രീതി, അവരുടെ നടപടിക്രമങ്ങളൊക്കെ എക്സ്ക്ലൂസീവായി ജനം ടിവിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. മിഥുൻ മുരളി തുടർച്ചയായി ലൈവുകൾ തന്നു നിർത്താതെയുള്ള. ഈ മിഥുൻ മുരളിക്ക് കഴിഞ്ഞ ദിവസം അനിൽ നമ്പ്യാർ പറഞ്ഞു മിഥുൻ മുരളി ലൈവ് കുറച്ച് സമയം ലൈവ് വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ മിഥുൻ മുരളി പിണങ്ങുമെന്നാണ് പറഞ്ഞത്. എന്നെ വിളിക്കുമെന്നാണ്. ഒരു ഇടവേള കൊടുക്കാൻ അല്ലെങ്കിൽ വിശ്രമം കൊടുക്കാനാണ് മിഥുൻ മുരളിയെ ഇടയ്ക്ക് മാറ്റി മറ്റൊരാൾ വരുന്നത്. എന്തായാലും തുടക്കം മുതലുണ്ടായിരുന്നത് അരുൺ കൊടുങ്ങൂരിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം. ക്യാപ്റ്റൻ അരുൺ കൊടുങ്ങൂരായിരുന്നു. പിന്നെ അർജുൻ PS ആയിരുന്നു, മനോജ് ഉണ്ടായിരുന്നു, സോണൽ കൃഷ്ണ, മിഥുൻ മുരളി, പിന്നെ ഐസൻ ജോസ് എന്നു ഈ സംഘത്തോടൊപ്പമാണ് ആവേശം പകർന്നുകൊണ്ട് അനിൽ നമ്പ്യാർ ചെന്നിറങ്ങിയത്. ഒപ്പം ക്യാമറ കണ്ണുകൾ. ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ ജേർണലിസ്റ്റുകൾ, നിങ്ങൾ ക്യാമറാമാൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വിഷ്വൽ ജേർണലിസ്റ്റുകൾ എന്ത് പണിപ്പെട്ടാണ് വിഷ്വലുകൾ അങ്ങനെ ഒരു മുഖത്ത് നിന്നാൽ നിലയുറയ്ക്കാത്ത ചെളിക്കുണ്ടിൽ നിന്ന് പുതഞ്ഞു പോകുന്ന സ്ഥലത്ത് സൈനികർ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടിയ സ്ഥലത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത്. കാടിനുള്ളിൽ കയറി മലയ്ക്ക് മുകളിൽ കയറിയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുന്നവരുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം, അധ്വാനം അറിയില്ല. സന്തോഷ് മണ്ണാർക്കാട് ഉണ്ടായിരുന്നു, കൃഷ്ണകുമാർ വിപിൻ, സന്തോഷ് തിരുമലയുണ്ടായിരുന്നു, അനീഷ് കാട്ടാക്കട ഉണ്ടായിരുന്നു, അനൂജ്, പ്രശോഭ. പലയിടങ്ങളിൽ നിന്ന് ഇവരാണ് ഓടിയെത്തിയത്. ഒപ്പം വാഹനങ്ങളുമായി ചെന്നവർ വെറും ഡ്രൈവർമാരായിരുന്നില്ല. ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഏത് സമയത്തും, അതായത് ഈ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാനും ഓടിച്ചെന്ന് ഇത്തിരി വെള്ളമോ കിട്ടുന്ന ഭക്ഷണമോ വാങ്ങി കൊടുക്കാനുമൊക്കെയായി പ്രണവ് പ്രസാദ് ഉണ്ടായിരുന്നു, പ്രശോഭ ഉണ്ടായിരുന്നു, ആസിഫ്, ഇവിടെ നിന്ന് ടെക്കിലെ രാജേഷ് പോയിരുന്നു. ഒപ്പം ഹെലിക്യാമുമായി ഇവിടെ നിന്ന് സിദ്ധാർത്ഥും നമ്മുടെ രാകേഷും എത്തിയിരുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ പേരിൽ ബിഗ് സല്യൂട്ട്. ന്യൂസ് അജണ്ടയാണ്. പെട്ടെന്ന് ഇന്ന് വരാൻ പോകുന്ന വാർത്തകൾ 9 മുതൽ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കി വരാം. കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആനന്ദ് പുത്തൂരാണ്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം എന്നിവർ ചേരുകയാണ് ന്യൂസ് അജണ്ടയിൽ. വയനാട് ചൂരൽമലയിൽ നിന്ന് അർജുനും ചേരുന്നുണ്ട്. എല്ലാവർക്കും നമസ്തേ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ സമയം 8:54 ആയിരിക്കുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ 9 മുതൽ അങ്ങോട്ട് എന്ന് ആദ്യം തന്നെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. ആനന്ദ്. പ്രദീപ്, ചാലിയാറിൽ ഇന്നും തിരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ജനകീയ സമിതിയുടെയും ആളുകളുടെയും നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിൽ ചാലിയാർ പുഴയിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് മലപ്പുറത്തുനിന്ന് നമുക്ക് പ്രധാനമായി പറയാനുള്ള വാർത്ത. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഇന്നും മന്ത്രിസംഘം സന്ദർശനം നടത്തും എന്നറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി അവിടുന്ന് നമ്മൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ മഴ വടക്കൻ കേരളത്തിലേക്ക് ശക്തി പ്രാപിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ശരി ആനന്ദ്, വളരെ പെട്ടെന്ന് തന്നെ പോയി. ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. കാര്യം കിരൺകുമാർ ഉണ്ട്. കിരൺ ആലുവയിൽ ആണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് കിരൺകുമാർ ആലുവയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ന്യൂസ് അജണ്ട തുടങ്ങാം. കിരൺ.
പ്രദീപിള, ഏതായാലും ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം വീണ്ടും ശക്തമായിക്കൊണ്ട് തന്നെ ഉയരുകയാണ്. ഏതായാലും ഈ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം അതിന്റെ സമര പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് തന്നെ വിവിധ സംഘടനകൾ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ മാസം 15-ാം തീയതി, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടാണ് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെരിയാറിന് കുറുകെ പോകുന്ന പാലങ്ങളിൽ പ്രതീകാത്മക ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധ പരിപാടികളുടെ ആദ്യഘട്ടം നടക്കുക. ഇത് ഓഗസ്റ്റ് 15-നായിരിക്കും നടക്കുക. ഓഗസ്റ്റ് 15-ന് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ നടത്താനാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഏതായാലും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഈ ആലോചനാ യോഗം ഇന്ന് ആലുവയിൽ വെച്ച് നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് രാവിലെ 10:30 ഈ യോഗം ആരംഭിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗത്തിന്റെ വിവരങ്ങളും പിന്നാലെ ഉണ്ടാവും. പെട്ടെന്ന് ഇനി തിരുവനന്തപുരത്തേക്ക് പോവാം. അഖിൽ പാലോട്ട് മേഡം ഉണ്ട്. അഖിൽ, പെട്ടെന്ന് ഇനി വയനാട്ടിലേക്ക് ഇവിടെ പോകേണ്ടതുണ്ട്. ന്യൂസ് അജണ്ട പ്രധാനപ്പെട്ടതാണ്. പ്രദീപ്, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ടായി നടക്കാനുള്ളത് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിപ്പോയ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള, കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ചേർന്ന് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിമാരുടെ ഉപസമിതി അടക്കം അത് പരിശോധിച്ചതിന് ശേഷം അത് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ, കേന്ദ്രത്തിന്റെ ധനസഹായം സ്വീകരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരത്ത് നമുക്ക് അറിയാനുള്ളത്. പ്രദീപ്, ശരി അഖിൽ, വളരെയധികം നന്ദി. വിശദാംശങ്ങളിലേക്ക് വരാം. പെട്ടെന്ന് ചൂരൽമലയിലേക്ക് പോവുകയാണ്. അർജുൻ, എന്താണ് ഇന്ന് അവിടെ ജനകീയ തിരച്ചിലാണോ ഇന്നത്തെ പ്രധാന വാർത്ത? തീർച്ചയായും ഇന്ന് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ തെരച്ചിൽ തുടങ്ങിയത്. ഇതിൽ ജനപ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല സന്നദ്ധ സേവാ പ്രവർത്തകരടക്കം ഇതിൽ പങ്കെടുക്കുന്നു. അതിന് കൂടെ തന്നെ വേണമെങ്കിൽ ക്യാമ്പിലുള്ള, അതായത് ക്യാമ്പിൽ അത്തരത്തിൽ അവർക്ക് ആഗ്രഹമുള്ള ആളുകൾക്ക് പങ്കെടുക്കാമെന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഉച്ചവരെ ഈ തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചിലപ്പോഴത് ഉച്ച കഴിഞ്ഞും നീണ്ടേക്കാമെന്നുള്ള സമയക്കുറവ് മൂലം പെട്ടെന്ന് രണ്ട് കമന്റുകൾക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞുകൊട്ടെ. ക്യാമറ കൈകാര്യം ചെയ്തിട്ട് പേര് കൂടി പറയൂ. ദിനേശ് പറഞ്ഞു കഴിഞ്ഞു. പിന്തുണയ്ക്ക് നന്ദി. അതുപോലെ സേവാഭാരതി പ്രവർത്തകർക്ക് കൂടി നന്ദി പറയണം. തീർച്ചയായിട്ടും ഏറ്റവും അധികം വാർത്ത നൽകിയതാണ് കൃഷ്ണകുമാർ വിജി. സേവാഭാരതിയുടെ ദുരന്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ ചാനലിൽ കാണിക്കൂ. തുടർച്ചയായി കൃഷ്ണകുമാർജിയോട് എനിക്ക് പറയാനുള്ളത്, തുടർച്ചയായി മുടങ്ങാതെ ജനൻ TV കണ്ടാൽ മാത്രം മതി. ഈ കമന്റ് തന്നെ വരേണ്ടി വരില്ലായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പിന്തുണയ്ക്കും കട്ടയ്ക്കുള്ള സപ്പോർട്ടിനും. സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ പുത്തൻപുലരി ഇന്നത്തെ എഡിഷൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്തേ. Mm-hmm.